ഇതിപ്പോ ഗോൾഡ് ആണ്, ഗോൾഡിലാണ് ഇപ്പൊ നമ്മള് സ്ക്രീൻ കാണുന്നത്. ഇതിൽ ഓൾറെഡി ഇതാണ് നമ്മളെ ടൂള് വരുന്നത്. SL TP കാണുന്നുണ്ടോ? TP1 TP2 ഇതാണ് നമ്മളെ ടൂള് വരുന്നത്. ഇതിപ്പോ ലൈവ് മാർക്കറ്റിലാണ്. നമുക്ക് ഇവിടെ നമ്മളൊരു ടൂള് നമ്മളൊരു എൻട്രി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്ത എൻട്രി ആണ്. അത് ഓൾറെഡി ടാർഗറ്റ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. SL എവിടെയാണ് വെക്കേണ്ടതെന്ന് ടൂള് തന്നെ ഐഡന്റിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നു, സിഗ്നൽ വന്നു, അതിന് ശേഷമാണ് നമുക്ക് എൻട്രി SL TP1 TP2 ഒക്കെ നമ്മൾ ടൂൾ ഒന്നാക്കി തന്നു, ഡിറ്റക്ട് ചെയ്ത് അതൊന്നായി സെറ്റ് ചെയ്ത് തന്നു, ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇതിന്റെ ഒരു കൺഫർമേഷൻ, അതായത് ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ നോക്കേണ്ട ഒരു കൺഫർമേഷൻ ബോക്സ് ആണ് ഈ ഡാറ്റ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും നമുക്ക് എന്താക്കണം, കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ അവിടെ എന്താക്കാം, ആ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. നിലവിൽ ഇപ്പം ഇവിടെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് TP4 കംപ്ലീറ്റ് ചെയ്യും. അതായത് നല്ല സ്ട്രോങ് കൺഫർമേഷൻ ആണ്. വോളിയം നോക്കി കഴിഞ്ഞാലും നമ്മുടെ ഡാറ്റ ബോക്സ് നോക്കി കഴിഞ്ഞാലും സ്ട്രോങ് കൺഫർമേഷൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്കിപ്പോ 3 മാർക്കറ്റും, അതായത് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന മെഷീൻ ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് കോയിനിലേക്കാണ് നിങ്ങളിപ്പോ, ഞാനിപ്പോ BTC മാറ്റുന്നു, നിങ്ങൾ ഏത് മാർക്കറ്റിലേക്കാണ് സ്വിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ കാണിച്ചു തരും. ഇപ്പൊ ഓൾറെഡി BTC ഓൾറെഡി ഒരു ട്രേഡ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ട്രേഡ് ആണ് ഇത്, കംപ്ലീറ്റ് ആയ ട്രേഡ് ആണ്. മാർക്കറ്റ് ഇത് ഇപ്പൊ നല്ല ബിയറിഷ് ആണ്, മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഒരു എൻട്രി, അതായത് ഒരിക്കലും നമ്മളെ ടൂള് മാർക്കറ്റിന്റെ അണ്ടറിലേക്ക്, മാർക്കറ്റ് എവിടെയാണ് ക്യാൻഡിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് അതിന്റെ അണ്ടറിലേക്ക് പോയി എൻട്രീസ് കാണിച്ചു തരൂല. മാർക്കറ്റ് നമ്മൾ അതിന് പഠിപ്പിച്ചൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ അണ്ടറിലേക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് വരുന്ന സമയം മാത്രമേ നമുക്ക് ടൂള് ഡിറ്റക്ട് ചെയ്ത് എൻട്രീസ് കാണിച്ചു തരും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ തിരിയും, ഇവിടെ ഓൾറെഡി ഒരു എൻട്രി കംപ്ലീറ്റ് ആയി, എന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഓക്കെ, നെക്സ്റ്റ് ഒരു എൻട്രിയോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇനി മാർക്കറ്റ് ഡിറ്റക്ട് ചെയ്ത് എന്താണ് നെക്സ്റ്റ്, ഒരു ബുള്ളാണോ ബിയറിഷ് ആണോ എന്താണുള്ളത് എന്നുള്ളത് ഇനി ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും നെക്സ്റ്റ് എൻട്രി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി ഏത് മാർക്കറ്റിൽ എടുക്കാം, നിങ്ങൾ തീരത്തിലായിക്കോട്ടെ, സൊലാന ആയിക്കോട്ടെ, ഇനി സിൽവർ ആയിക്കോട്ടെ, എല്ലാ മാർക്കറ്റിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇതൊക്കെ എൻട്രി, നല്ല എൻട്രി കംപ്ലീറ്റ് ആയത് കൊണ്ടാണ് മാർക്കറ്റ് എൻട്രി കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. ഇതിലാണ് ഇപ്പോൾ ഓൾറെഡി ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളൊരു ടൂളിന്റെ സിസ്റ്റം വരുന്നത്. അതായത് നിങ്ങൾക്ക് ടൂൾ, അതായത് നിങ്ങളെ ട്രേഡിംഗ് വ്യൂയിലേക്കാണ് നമ്മൾ ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. നിലവിൽ ട്രേഡിംഗ് വ്യൂവിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. നമുക്ക് ഈ ടൂൾ ട്രേഡിംഗ് വ്യൂയിലേക്ക് നമുക്ക് അതിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ടൂളിന് മിനിമം 50% ആക്യുറസി നിർബന്ധമാണ്. 50% ടൂളിന്, ഈ സിസ്റ്റത്തിന്, ഈ സ്ട്രാറ്റജിക്ക് ആക്യുറസി ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിംഗ് വ്യൂയിലേക്ക് അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇത് നേരെ ട്രേഡിംഗ് വ്യൂവിന്റെ ബാക്ക് എൻഡ് ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിന്റെ പ്രീമിയത്തിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. ഇതാണ് അതിന്റെ സിസ്റ്റം, ഇതാണ് നമ്മൾ ടൂള് വർക്ക് ചെയ്തൊരു കോൺസെപ്റ്റ്. ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ എന്താക്കുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ടൂൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരും, ഇതിന്റെ ട്രെയിനിങ് തരും, ഇതിന്റെ കോൺസെപ്റ്റ് തരും, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കുക, ട്രേഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവില് ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും, ഇതിലിപ്പോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടാവും, എന്താണ് എങ്ങനെയാണെന്നുള്ള കുറച്ച് കൺസേൺസും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ തന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡൗട്ട്സുകളാണ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് കൈ റൈസ് ചെയ്യുക, ഓരോരുത്തരും ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലാരിറ്റി വരുത്തി പോകാൻ പറ്റും. നമുക്ക് ഓരോരുത്തരും എന്താണ് ഡൗട്ട് എന്നുള്ളത് കാര്യങ്ങൾ. ഇപ്പൊ റോഷൻ നിങ്ങൾ തുടങ്ങിക്കോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണോ? ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് നിഫ്റ്റിയിലെ ഇന്നതിനെ കാണിച്ചു തരാം. ഇത് നമുക്ക് നിഫ്റ്റിയിൽ നല്ല ഒരു ഇത് ഉണ്ടായിരുന്നു. ഇത് നിഫ്റ്റിയിൽ കഴിഞ്ഞതാണിത്, കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ. ഹലോ, ഓക്കെ, ഇതിപ്പോ നിഫ്റ്റിയിൽ ഇന്ന് കംപ്ലീറ്റ് ആയ നല്ല അക്രോസി ആണ് ഉണ്ടായത്. ഇനിയിപ്പോ ഇത് നാളെ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ആയി ഈ ട്രേഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത ഒരു ട്രേഡ് എവിടത്തേക്കാണ് എന്താണെന്നുള്ളത് നമുക്ക് വരും. അതായത് ഇത് പൊസിഷനിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, ഇൻട്രാഡ പറ്റത്തില്ല. ഏതാ ഇൻട്രാഡയ്ക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? എല്ലാതിലും ഉപയോഗിക്കാൻ പറ്റും.
ഹലോ ഹലോ പറയൂ കേൾക്കാം. ഓക്കെ. അതായത് ഈ മാർക്കറ്റ് ഏതിൽ ഉപയോഗിക്കാം? നിങ്ങളിപ്പോ ഏതാണ് ഉപയോഗിക്കുന്നത്? ഇന്ത്യൻ മാർക്കറ്റ് അല്ല എല്ലാത്തിലും ഉപയോഗിക്കാം. എല്ലാത്തിലും ഉപയോഗിക്കാം. എല്ലാത്തിലും ഇത് ഉപയോഗിക്കാൻ ഒരു ഒരു പറ്റുന്നത് തന്നെയാണ്. ഒരു ദിവസം നമുക്ക് എത്ര വരെ കോൾ കിട്ടാം? അതായത് ഒരു ദിവസം എത്ര വരെ ട്രേഡ്, അതായത് നമ്മൾ ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ട്രേഡ് ഇന്നിപ്പോ ഇതിലൊക്കെ എന്ന് പറഞ്ഞാല് ആകെ 2 ട്രേഡാണ് ഉണ്ടായത്. അതായത് 2 ട്രേഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് കുറയും. അതായത് സ്വാഭാവികമായിട്ടും അതായത് അത്രയും അതായത് എന്ന് പറഞ്ഞാല് TP1 അടിക്കുന്ന ട്രേഡ് ഉണ്ടാവും, TP2 അടിക്കുന്ന ഇതൊക്കെ കുറെ വരും. ഇതൊക്കെ കുറെ പാസ് ചെയ്തിട്ട് പോകും. അതായത് നമുക്ക് TP4 അടിക്കുന്ന ഇപ്പൊ ഡെയിലി ഒരു 10 ട്രേഡ് കംപ്ലീറ്റ് ആയാൽ അത് ഓക്കെ, 1-2 TP4 അടിക്കുന്നുണ്ടാവും, TP1 അടിച്ച ട്രേഡ് ഉണ്ടാവും, TP2 അടിച്ചതുണ്ടാവും. അപ്പൊ അത് ഓരോന്ന് സെക്യൂർ ചെയ്ത് പോവാം. എല്ലാ ട്രേഡും ഒരുമിച്ചല്ല, ഓരോ ട്രേഡും ഒന്നാക്കുക, സെക്യൂർ ചെയ്ത് വേണം എന്നാക്കാന് നമ്മൾ പോവാൻ. ഇതിന്റെ കാണിച്ചു തരാം. ഇൻട്രാഡേയിൽ കഴിഞ്ഞ ഇന്നത്തെ ട്രേഡ് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു ട്രേഡിന്റെ ഇതാണ് ഇവിടെ വന്നത്. ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആയി. നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, ഒരു ഡൗൺ ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഇതൊക്കെ ലാസ്റ്റ് മാർക്കറ്റ് കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ടായിട്ടില്ല. ഇത് ഓൾറെഡി ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്ത് ഇവിടെയാണ് ഉണ്ടായത്. ഇവിടെ ട്രേഡ് ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് ഒരു ചെറിയ ട്രേഡ് ഉണ്ടായിരുന്നു, ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നു, ഇവിടെ ചെറിയൊരു ലോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പാസ്റ്റിലേക്ക്. അതായത് എൻട്രീസ് കുറയും, കുറെ എൻട്രീസ് ഒന്നും ഉണ്ടാവില്ല, ഫ്യൂ എൻട്രീസ് ഇതുണ്ടാവും, 2-3 എൻട്രി ഡെയിലി നോക്കുമ്പോൾ 2-3 അതൊക്കെ നല്ല രീതിയിൽ TP കംപ്ലീറ്റ് ആകുന്ന 2-3 എൻട്രി ആണ് ഒരു ദിവസം ഉണ്ടാകുന്നത്, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അതിന് ഫോറിൻ മാർക്കറ്റിൽ കയറുമ്പോൾ കാര്യങ്ങൾ കൂടുകയും ചെയ്യുന്നുണ്ട്, എൻട്രീസ് കൂടുന്നുണ്ട്. എന്നാലും കുറെ വലിയ രീതിയിൽ കുറെ എൻട്രീസ്, അതായത് മാർക്കറ്റ് പോകുന്നതിനനുസരിച്ചുള്ള എൻട്രി പോകുന്നത്. സ്ട്രാറ്റജി അതിന് പഠിപ്പിച്ചു കൊടുത്തുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളും മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ആയിട്ട് വരുന്ന സമയമാണ് അത് എൻട്രി നമുക്ക് കാണിച്ചു തരുന്നത്. ഒരിക്കലും മാർക്കറ്റിന്റെ പിന്നാലെ പോയിട്ട് എൻട്രി എന്നാവൂല, ടൂൾ എൻട്രി എടുക്കൂല. നമ്മൾ ഇതിൽ മേജറായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എങ്ങനെ എൻട്രി എടുക്കാതിരിക്കാന്നാണ്. കുറെ എൻട്രി എടുത്തതിനെ കൊണ്ട് കാര്യമില്ല, ആവശ്യമുള്ള എൻട്രി മതി. നമുക്ക് ക്യാപിറ്റൽ എപ്പോഴും സേവ് ചെയ്ത് കൊണ്ടുവന്ന സിസ്റ്റം ആണ് നമ്മളെപ്പോഴും പഠിച്ചതിനെ കൊണ്ട് കാര്യമുള്ളൂ. എല്ലാവരും പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻട്രി എടുക്കാന്നുള്ളതാണ്, കുറെ എൻട്രി എങ്ങനെ എടുക്കാന്നുള്ളത്. അത് വേണ്ട. നിങ്ങൾ ഒരു ടൈം ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് വരുന്ന ആ ടൈമിൽ എൻട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി പ്ലേസ് ചെയ്തു. ഓക്കെ ഉള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാം. ഹലോ, ഞാൻ മുഹമ്മദ് ആണ്. എനിക്ക് ഓക്കെ ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഇപ്പൊ കയറാൻ സാധിച്ചുള്ളൂ. പ്രയറിന് പോയതായിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ ഓക്കെ, ഓപ്പണിംഗ്? കുഴപ്പമില്ല. ഓക്കെ, ഞാൻ കാര്യങ്ങൾ തരാം. ജസ്റ്റ് ഇത് നമ്മളെ അൽഗോ നിങ്ങൾ ഓൾറെഡി അറിയായിരിക്കും. അതായത് ഞങ്ങള് ഒരു ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്ത ഒരു ഫേമാണ്, ഇന്റർനാഷണൽ ബേസിൽ തന്നെ ഒരു ട്രേഡിംഗ് ടൂൾ ഡെവലപ്പ് ചെയ്ത ഒരു ഫേമാണ്. ഞങ്ങൾ റീസെന്റ് ഇറക്കിയ ഒരു ടൂളാണ്, അതായത് ട്രേഡിംഗ് സിസ്റ്റം ആണ്. ഒരു CNP മെത്തേഡ് എന്ന് പറയും, ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡ് ആണ് ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ടൂള് വരുന്നത്. ഇപ്പൊ നമുക്ക് ടൂൾ നിങ്ങൾ ഏത് മാർക്കറ്റിലായിക്കോട്ടെ, ആ മാർക്കറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം അതിന്റെ ബാക്കെൻഡിൽ ഓൾറെഡി മെഷീൻ ലേണിംഗ്, അതായത് അൽഗോസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട മാർക്കറ്റ് ചൂസ് ചെയ്യുന്ന സമയം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്റ്ററ്റ് ചെയ്തുകൊണ്ട് അവിടെ എൻട്രീസും കാര്യങ്ങളും അത് സെറ്റ് ചെയ്ത് തരും. ഇതൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയ എൻട്രീസ് ആണ്, ഇപ്പൊ ലൈവ് മാർക്കറ്റിൽ കംപ്ലീറ്റ് ആയതാണ്. നെക്സ്റ്റ് ഒരു എൻട്രി വരണമെങ്കിൽ എന്താവണം, അടുത്ത ഒരു സെറ്റപ്പ് വരണം. ഇത് കംപ്ലീറ്റ് ആയി മാർക്കറ്റ് സ്റ്റേബിളായി അടുത്തൊരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ മാത്രമേ എൻട്രീസ് കാണിച്ചു തരും. അപ്പം അതാണ് നമ്മൾ ടൂൾ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻട്രീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. ആ കാര്യങ്ങൾ നിങ്ങൾ പോയി നിങ്ങളെ ഏതാണ് ബ്രോക്കേഴ്സ് വരുന്നത് ആ ബ്രോക്കറിൽ കൊണ്ടുപോയി നിങ്ങൾ എന്താക്കിയാൽ മതി, അത് നിങ്ങൾ പ്ലേസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. എൻട്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് കംപ്ലീറ്റ് അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് ട്രേഡിംഗ് അല്ല, 5% മാത്രം അതായത് നമ്മൾ എന്താകണം, ഹ്യൂമൻ അതിൽ ഡിറ്റക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ബ്രോക്കേഴ്സ്, ഇതിലുള്ള എല്ലാ ബ്രോക്കേഴ്സിലും നിങ്ങൾക്ക് ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ എ ബുക്ക് ബ്രോക്കേഴ്സ് ആണ്.
ഇതിലുള്ള എല്ലാ ബ്രോക്കേഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് പുറത്തുള്ള ബ്രോക്കേഴ്സിൽ പോയി ട്രേഡ് നമ്മൾ ഇതാക്കില്ല. ഈ ടൂള് വെച്ചിട്ട് ട്രേഡ് ചെയ്തതിനെ കൊണ്ടും കാര്യമില്ല, നിങ്ങൾ മാനുവലി ട്രേഡ് ചെയ്തതിനെ കൊണ്ടും കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂല. ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്താക്കണം, പഠിക്കാനുണ്ട്. അത് നമ്മൾ പറഞ്ഞുതരും ഏതാണ് ബ്രോക്കേഴ്സ് എന്നുള്ളത്, കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കട്ടെ, ഡൗട്ട്സുകൾ ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. മനസ്സിലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ എന്താക്കണം, പോകണം. നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചാൽ മാത്രമേ എനിക്ക് എന്താ ഡൗട്ട് നിങ്ങൾക്ക് ഉള്ളതെന്ന് ക്ലാരിറ്റി തരാൻ പറ്റൂ. ഈ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണതിന് എന്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാ നിങ്ങൾ അതിന്റെ ടൂൾ വർക്ക് ചെയ്യുന്നത്? ടൂള് വർക്ക് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ട്രേഡിംഗ് വ്യൂ അറിയാമായിരിക്കും. അതായത് ഇതാണ് ട്രേഡിംഗ് വ്യൂ വരുന്നത്. ഇതാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ടൂള് ഇൻസ്റ്റാൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നത്. ഇത് ഓൾറെഡി ഇതിന്റെ ബാക്ക് എൻഡിൽ ഓൾറെഡി ഈ ടൂൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇവർക്ക് സബ്മിറ്റ് ചെയ്തതാണ്. നിങ്ങളെ ഇമെയിൽ ഐ ഡി, നിങ്ങളെ IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നാക്കി തരും, അത് ഇംപ്ലിമെന്റ് ചെയ്ത് തരും. ലൈഫ് ടൈമിലേക്കാണ് അത്. നിങ്ങൾക്ക് മൊബൈലിലും ഉപയോഗിക്കാം, ലാപ്ടോപ്പിലും ഉപയോഗിക്കാം. ട്രേഡിംഗ് വ്യൂവിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരില്ലേ നമ്മള്? ഇല്ല, അതായത് നമ്മളെ യൂസേഴ്സിന് ട്രേഡിംഗ് വ്യൂവിന്റെ സബ്സ്ക്രിപ്ഷന്റെ ആവശ്യം വരുന്നില്ല. അതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി അവരായിട്ട് ഡയറക്റ്റ് അതിന്റെ കണക്ഷൻ ഉള്ള ബാക്ക് എൻഡിലാണ് നമ്മൾ ഇത് വരുന്നത്. നമ്മളെ യൂസേഴ്സിന് ട്രേഡിംഗ് വ്യൂവിന്റെ സബ്സ്ക്രിപ്ഷന്റെ ആവശ്യമില്ല. പിന്നെ കാണിച്ചത് ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത അക്കൗണ്ട് ആണ് ഇപ്പൊ കാണിച്ചത് നിങ്ങൾക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളെ യൂസേഴ്സിനെയാണ് ട്രേഡിംഗ്, അതായത് വെച്ചാൽ അത് ഓൾറെഡി നമ്മൾ അതിന്റെ ബാക്ക് എൻഡിൽ, അതായത് ട്രേഡിംഗ് വ്യൂ ഇപ്പൊ ഇതിൽ കുറെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതിൽ കാണുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നിങ്ങൾക്ക് കിട്ടൂല. സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഡൗൺലോഡ് ആക്കണമെങ്കിൽ തന്നെ. അപ്പം അത് അവർ പ്ലേസ് ചെയ്യുന്ന ഓരോ ഏരിയ അനുസരിച്ച് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ ഉള്ളത് ഇവരുടെ നേരെ ബാക്ക് എൻഡിലാണ് ഈ ടൂള് നമ്മൾ എന്താക്കുന്നത്, കൊടുക്കുന്നത്. ഞങ്ങൾ തന്നെ നെക്സ്റ്റ് ടൂൾ ഉണ്ട് ഓൾറെഡി, പുതിയൊരു ടൂൾ നമ്മൾ ഓൾറെഡി വെയിറ്റിംഗിലുണ്ട്. ഇത് നമുക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പൊ അത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് പോലെയാണ്. ഇതിലപ്പോ മറ്റുള്ള ടൂൾസും നമുക്ക് കിട്ടത്തില്ലേ? ഇപ്പൊ ട്രേഡിംഗ് വ്യൂ എല്ലാ ടൂളും കിട്ടും. ട്രേഡിംഗ് വ്യൂ തരുന്ന സിസ്റ്റത്തിലുള്ള എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഫ്രീയിൽ ഉപയോഗിക്കുന്നതിന് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ RSI ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എന്താക്കാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഓൾറെഡി കുറെ ഉണ്ടായതുകൊണ്ട് കേട്ടോ. ഏതാണ് വോയിസ് ക്ലിയർ ഇല്ല. അതായത് ഈ ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടിന്റെ PNL കാണിക്കാൻ പറ്റുമോ ചോദിക്കുന്നത്? ഓക്കെ, ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്കൗണ്ട്സിന്റെ PNL ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് ഓഫീസിലേക്ക് നമ്മൾ ആ സിസ്റ്റം ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം, കാര്യങ്ങൾ ഓഫീസിൽ വന്നിട്ട് അത് വെരിഫൈ ചെയ്യാം. അതിപ്പോ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ PNL നമ്മൾ കാണിച്ചു കൊടുക്കാണെന്നില്ല. നമ്മൾ കുറച്ച് ഓൾറെഡി അതിന്റെ ചെയ്തതിന്റെ ലാസ്റ്റത്തെ കുറച്ച് നമ്മളെ ക്ലയൻസിന്റെ തന്നെ സാധനം ഇപ്പൊ ഓൾറെഡി നിയറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഇയറിൽ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് അവിടെ നമ്മൾ എന്താക്കും, അവിടെ നിങ്ങൾ ഡയറക്റ്റ് എന്താക്കാം, അത് വാച്ച് ചെയ്യാം, കുഴപ്പമില്ല. അതിന്റെ പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പോ നമ്മൾ അയച്ചു തരുന്ന ഇപ്പം എൻ്റെ ഒരു ക്യാപിറ്റൽ ആയിരിക്കില്ല നിങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ $100, $200, $300 ലോസ് ഉണ്ടെങ്കിൽ അത് എനിക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതൊരാൾ കാണുന്ന സമയത്ത് ഇത്ര ലോസ് അതിൽ വരുന്നുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് ഇത്ര ലോസോ നമുക്ക് വന്നാലോ, അപ്പൊ ആ ഒരു ഇത് വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് PNL. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു $100 ആണ് നിങ്ങൾ കപ്പാസിറ്റി കാണുന്ന ഒരാൾക്ക് ഒരു $100 അല്ലെങ്കിൽ $200 ലോസ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്.
ഇപ്പൊ ഇതിന്റെ തന്നെ ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിന്റെ തന്നെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് കാര്യങ്ങളും ലൈവായിട്ടുള്ള നടന്നു നോക്കുന്ന ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇതിൽ കാണുന്നത് ഇപ്പോ ട്രേഡിംഗ് വ്യൂവിന്റെ ബാക്ക് ടെസ്റ്റിന്റെ കാര്യങ്ങളാണ് ലൈവായിട്ട് ഇതിൽ നടക്കുന്നത്. ട്രേഡിംഗ് വ്യൂവിൽ മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റൂല. ഓൾറെഡി ഇതിന്റെ ടൂളിന്റെ ഒരു വിന്നിംഗ് റേഷ്യോ, ഇന്നത്തെ ഒരു വിന്നിംഗ് റേഷ്യോ അതായത് 75 to 67 ഉള്ളിലാണ് ഇന്നത്തെ ഒരു വിന്നിംഗ് റേഷ്യോ ഉള്ളത്. ഡെയിലി മാർക്കറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനനുസരിച്ച് നോക്കും വിന്നിംഗ് റേഷ്യോയിൽ ഡിഫറൻസ് വരും. ഇപ്പോൾ ടോട്ടൽ ട്രേഡ് എന്ന് ഉണ്ടായത് ലാസ്റ്റ് ഉണ്ടായ ഫ്യൂ ട്രേഡ്സിന്റെ ടോട്ടൽ 141 ട്രേഡ്സിൽ 95 ട്രേഡാണ് ഇപ്പോൾ സക്സസ് വന്നിട്ടുള്ളത്. 46 ട്രേഡ് ലോസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഡാറ്റ വരുന്നത്. ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിൽ നടന്നുകൊടുക്കുന്നതിന്റെ ഡാറ്റാസ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തിരിയും, ഡേറ്റ് തിരിയും, ഇതിൽ കാണിക്കും ഡേറ്റ് May 8, May 11, 12, 18 തീയതി നമുക്ക് എത്ര ട്രേഡ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് 17, 18 തീയതി ഇവിടുന്ന് ട്രേഡ് ഉണ്ട്, ഒരു ട്രേഡ് ഉണ്ട്, 1, 2, 3, 4 ട്രേഡ് ടോട്ടൽ ഉണ്ട് 18 തീയതി. ഇതാണ് അതിന്റെ ഡാറ്റ ബോക്സ് വരുന്നത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ഇവിടെ ഇപ്പൊ കാണും, അതായത് ഇത്രയും ഇതൊക്കെ 1 lakhന്റെ അതായത് 1 lakh USDT വെച്ചുകൊണ്ടുള്ള ട്രേഡിന്റെ കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത് നിങ്ങൾ. അപ്പൊ ഇതിലുള്ള ലോസ് ഒക്കെ ഹ്യൂജ് ലോസ് ഉണ്ടാവും. അത് നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ക്യാപിറ്റൽ അനുസരിച്ച് ലോസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫീസ് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. ക്യാപിറ്റൽ ഇതിന്റെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫീസ് വിസിറ്റ് ചെയ്താൽ തന്നെ ക്ലാരിറ്റി കിട്ടും. റിസ്ക് റിവാർഡ് റേഷ്യോ എത്രയാ? ഇതിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾക്ക് വരുന്നത് $100 ഉണ്ടെങ്കിൽ $5 നിങ്ങൾക്ക് ലോസ്. ആ രീതിയിലാണ്. $100 ക്യാപിറ്റൽ ഒരാൾക്ക് $5 ആണ് ലോസ് ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു ഏതാ ആ ലോസിന്റെ എത്ര പെർസെന്റേജ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് $100 $5 ലോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കാം? ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതായത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് $100 ക്യാപിറ്റൽ, അതായത് നമ്മളൊരു ബ്ലൂ പ്രിന്റ് സെറ്റ് ചെയ്ത് ഓരോരാളെ ക്യാപിറ്റൽ അനുസരിച്ചാണ് മിനിമം ഇപ്പൊ $100 ഇടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ $100 നിങ്ങൾ ഓക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ബ്രോക്കർ X or Y ഏത് ബ്രോക്കർ ആയിക്കോട്ടെ. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യുന്ന സമയം അതായത് $100 വെച്ചുകൊണ്ട് ആദ്യത്തെ ഒരു മാസം $5 ടാർഗറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ $1 പോലും നിങ്ങൾ എക്സ്ട്രാ ഉണ്ടാവില്ല. $5 ആയിരിക്കും ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഡെയിലി $5 ആണ്. ആ രീതിയിൽ അങ്ങനെ 12 മന്തിലേക്കുള്ള സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്ത് തരും. ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സാധനം ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും കാര്യങ്ങൾ. ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ട്രേഡിങ്ങിൽ നമുക്ക് അതായത് എല്ലാവരും ട്രേഡിങ്ങിലേക്ക് വന്നത് അത് ഇതാക്കാനാണ്, സക്സസ് ആവാനാണ്. ഇപ്പോൾ സെബിയുടെ രജിസ്റ്റർ ഇതനുസരിച്ചിട്ട് 95 ട്രേഡേഴ്സും ലോസ് ഉണ്ടാക്കിയാണ്. ഈ ലോസ് ഉണ്ടാക്കാനുള്ള റീസൺ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് അവർ അതായത് എല്ലാവരും ഉപയോഗിക്കുന്നത് കുറെ ആൾക്കാർ ബി ബുക്ക് ബ്രോക്കേഴ്സ് ആണ്. പിന്നെ ഒന്ന് ഓവർ ട്രേഡിംഗ് ആണ്, ഒന്ന് അതേപോലെ തന്നെ എന്താണ് SL ഹണ്ടിങ് ആണ്. ഇതൊക്കെയാണ് നടക്കുന്നത്. അതായത് ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ എന്താക്കിയിട്ടുണ്ടാവും, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പല ആൾക്കാരും ട്രേഡ് എടുത്ത് ഇവിടെ പ്രോഫിറ്റ് ബുക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി എന്താക്കും, അടുത്തൊരു ട്രേഡ് പ്ലേസ് ചെയ്യും. ഒന്നെങ്കിൽ അത് ബൈ ആയിരിക്കും എടുക്കല്. അതായത് ഇത്രയും വലിയൊരു ഡൗൺഫാൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് പമ്പ്, അത് വലിയൊരു വോളിയം അവിടെ ബയ്യേഴ്സ് വന്ന് മാർക്കറ്റ് പമ്പ് ചെയ്യിക്കുന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് പഠിക്കല്. ഇവിടുന്ന് ഓൾറെഡി ഒരു ബുള്ളിഷിലേക്ക് എൻട്രി എടുക്കും. ആ ഇവിടെ എടുത്ത പ്രോഫിറ്റ് ഒന്നാക്കും ഇവിടെ കൊണ്ടുപോയി കളയും. അടുത്തൊരു ചെയ്യുന്ന ഇതാണ്, ഇവിടെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകും. ആ ലോസ് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും, ആൾക്കാർ പോകും. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് നിന്ന് ട്രേഡ് എടുത്താൽ മാത്രമേ സക്സസ് ആകാൻ പറ്റൂ. ഇതിന്റെ ഇനി ഹ്യൂമൺ ഇതിന്റെ രണ്ടിലും നടുക്കുന്ന ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റും. ആ വ്യക്തി 24/7 ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആവണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് നിങ്ങൾ വെറുതെ ടൂൾ എടുക്കുക, നിങ്ങൾ ചെയ്യാന്നുള്ള സിസ്റ്റം അല്ല. നിങ്ങൾ ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ സിസ്റ്റം തരും. ആ സിസ്റ്റത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക. എപ്പോഴും സിസ്റ്റത്തിന്റെ കൂടെ, അതായത് എന്ത് കാര്യത്തിലായിക്കോട്ടെ സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയം അതിൽ ലോസ് വന്നായിക്കോട്ടെ പ്രോഫിറ്റ് ആയി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്യുന്ന സാധനം മാത്രമേ സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയം ഉണ്ടാവും.
സിസ്റ്റത്തിന് പുറത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോസും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ സിസ്റ്റം കൊടുക്കും. അതായത് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ $100 സ്റ്റാർട്ടിങ്ങിൽ പോരാ. ഓക്കെ, നിങ്ങൾ ഫോറക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ മാർക്കറ്റ് ആയാലും 10,000 ഡെപ്പോസിറ്റ്, അത് ഏത് ബ്രോക്കർ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ $100 നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം $100 ഡെപ്പോസിറ്റ് ചെയ്യുക. അവർക്ക് ഡെയിലി ഉണ്ടാകുന്നത്, ഓക്കെ, ഡെയിലി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $5 ആണ്. ഈ $5 അവർക്ക് റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ സിസ്റ്റം വരുന്നത്. ആ വ്യക്തിക്ക് ഇപ്പൊ എല്ലാവരും ചോദിക്കും, അതായത് എത്ര റിട്ടേൺ കിട്ടും, ഒരു 20% കിട്ടുമോ ഇയർലി, മന്ത്ലി എത്രയാണ്? ഞാൻ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ, അതായത് ഡെയിലി $5 നിങ്ങൾ ടാർഗറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് $150 പ്രോഫിറ്റ് ആണ്. അപ്പൊ അവിടെ എത്രയാണ് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടിയത്? ക്യാപിറ്റൽ 100 ആണ്, $100 ആണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു മാസം കൊണ്ട് ജനറേറ്റ് ചെയ്തത് $150 ആണ്. 150% റിട്ടേൺസ് ആണ് അതിൽ വന്നത്. അപ്പം 20% 10% റിട്ടേൺസ് ആണ് പല ആളും ചോദിക്കല്, ഇയർലി അല്ലെങ്കിൽ മന്ത്ലി. അപ്പോൾ അത് ഓൾറെഡി പാസ്സായി. ഇയർലി ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി 20% ആണെങ്കിൽ $20 $30 ആക്കിയാൽ അവിടെ എന്തായി, 20% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യണം. സിസ്റ്റം നമ്മൾ തരും, ഒരു 1 ഇയറിലേക്ക് സിസ്റ്റം തരുന്നെ ചെയ്യും. അത് ഫോളോ അപ്പ് ചെയ്യണം. അതായത് ഇത് വെറുതെ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തതിനെ കൊണ്ടല്ല, സിസ്റ്റം കൂടി നമ്മൾ തരുന്നുണ്ട്. അതിന്റെ കൂടെ ഇതിന്റെ ട്രെയിനിങ്ങും ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി നമ്മളെന്താക്കും, കംപ്ലീറ്റ് തരും. വെറുതെ ഒരു ടൂൾ എടുത്ത് എല്ലാവരും ഇപ്പോൾ ഓട്ടോ ട്രേഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അൽഗോ ട്രേഡിങ് സിസ്റ്റം. ലോകത്തില് ഒരു ബുക്ക് ബ്രോക്കേഴ്സും ഒരു അൽഗോ ട്രേഡിനെയും സപ്പോർട്ട് ചെയ്യൂല. നിങ്ങൾ ഇതിൽ കാണുന്ന ഒരു ബ്രോക്കേഴ്സും, ഇതിൽ കാണുന്ന ലോകോത്തര ബ്രോക്കേഴ്സാണ് ഇതിൽ കാണുന്നത്. ഇതിന്റെ പുറത്തേക്ക് ഇനി ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ബി കാറ്റഗറിയാണ്. ഈ ബ്രോക്കേഴ്സ് വേണം. ഈ ബ്രോക്കേഴ്സിന്റെ ഡാറ്റയാണ് ട്രേഡിംഗ് വ്യൂക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ലോകോത്തര ബ്രോക്കേഴ്സ് ആരും ഒന്നാക്കുന്നില്ല, റോബോട്ടിക് ട്രേഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാം ബി കാറ്റഗറി ബ്രോക്കേഴ്സ് ആണ് റോബോട്ടിക് ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പൊ നമുക്ക് അതായത് ഇപ്പൊ ഇവിടെ ഫുള്ളി റോബോട്ടിന് കൺട്രോൾ കൊടുത്തുകൊണ്ടും, അതായത് നമ്മളെ കമ്പനി സ്വയം, നിങ്ങളെ സ്വന്തം ബിസിനസ്, സ്വന്തം കമ്പനി സ്റ്റാഫിന് ഫുള്ള് കൺട്രോൾ കൊടുത്ത് എന്താണ് അവിടെ നടക്കില്ല. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, പിന്നെ അത് അങ്ങോട്ടോ ലോസിലേക്ക് മാർക്കറ്റ് പോകും. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു സിസ്റ്റം കറക്റ്റ് ബിൽഡ് ചെയ്ത് തരും. സിസ്റ്റത്തിന്റെ കൂടെ തന്നെ നിന്നെന്താവണം, നിങ്ങൾ വർക്ക് ചെയ്യണം. അത് ചില കാര്യങ്ങൾ നമ്മളൊന്നാക്കണം, അതായത് അക്സെപ്റ്റ് ചെയ്യണം. അതായത് ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പം നമ്മൾ ഇങ്ങനെ പറയുന്ന സമയം പല ആൾക്കാർ, നമുക്ക് പല ബാച്ചിലുണ്ടായ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ $10,000 നമ്മൾ ഇടാം, കപ്പാസിറ്റി ഉണ്ട്, ചെയ്യാൻ പറ്റും. നമുക്ക് ഡെയിലി ഒരു $1,000 ജനറേറ്റഡ്. അതല്ല, അത് സിസ്റ്റത്തിന്റെ പുറത്തേക്കുള്ള കളികളാണ്. അതായത് ഇപ്പോൾ $10,000 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ $5 നിങ്ങൾ സിസ്റ്റത്തിൽ ഉണ്ടായിക്കോളും, പ്രോഫിറ്റ് ഉണ്ടായിക്കോളും. അല്ല, എന്നാൽ അത് ആ ഒരു സിസ്റ്റം നമ്മൾ കൊടുക്കാൻ കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ലോസ് വന്നാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസേ ഉണ്ടാവും. പ്രോഫിറ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റേ ഉണ്ടാവും. അത് അങ്ങനെ മെല്ലനെ ഒരു 12 മാസം കൊണ്ട് സ്ട്രക്ചർ മെല്ലെ ഇൻക്രീസ് ചെയ്ത് പോകണം. അപ്പൊ അതാണ് അതിന്റെ ഒരു സിസ്റ്റം വരുന്നത്. നമ്മൾ സിസ്റ്റത്തിന്റെ കൂടെ നമ്മൾ എന്തായാലും നിങ്ങൾ നിൽക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കത് ഒരു ടീം വർക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സാമ്പിളാണ്. ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളിനി ഒരു $100 ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് ഡെയിലി $1 പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന 1,00,000 ട്രേഡ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. നിങ്ങളെ ക്യാപിറ്റൽ ഒരു 2 years 3 years പ്ലാൻ എടുത്തോ. ക്യാപിറ്റൽ ഒരു 1 CR 1 lakh ആയിരിക്കും നിങ്ങളെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടാവല്. അല്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 3 10 ദിവസമൊക്കെ നമ്മളിത് ചെയ്യും. എല്ലാവരും ഈ ഒരു പാറ്റേൺ ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകും. 11ാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങളെന്നാക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രെയിന് ചിന്താഗതികൾ മാറും. നമ്മളെന്തിനാണ് ഇങ്ങനെ ചെറുങ്ങനെ സ്ലോലി പോകുന്നത്, നമുക്ക് ഒന്ന് സ്പീഡായിട്ട് പോയിക്കൂടെ. എപ്പോഴാണ് നിങ്ങൾ സ്പീഡായിട്ട് പോവാൻ ചിന്തിക്കുന്നോ ആ സമയം നിങ്ങൾ എന്താവും, തകർച്ച അവിടെ തുടങ്ങും. ഇതാണ് ഇതിന്റെ ഒരു മൊത്തത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് കാര്യങ്ങൾ പറയാട്ടാ, ഞാനത് ഫ്ലോയില് കുറച്ച് കാര്യങ്ങളോട്ട് പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. കാരണം നമുക്കൊരു റെഗുലർ ഇൻകം ഉദ്ദേശിച്ചാണല്ലോ നമ്മൾ ട്രേഡിങ്ങിൽ ചെയ്യുന്ന, സൈഡ് ഇൻകം ഉദ്ദേശിച്ച്. ആ റെഗുലർ ഇൻകം കിട്ടാവുന്നതിനൊരു മിനിമം ക്യാപിറ്റൽ എത്ര ചെയ്ത് അത് നമ്മൾ സാറ് പറഞ്ഞ കോൺസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റും, സ്ഥിരമായിട്ട് പോകാൻ പറ്റും? ഞാൻ കണ്ടിടത്തോളം ഇത് റെഗുലർ ഒരു കോൺസെപ്റ്റ് ഇതാണെങ്കിൽ ഓക്കെ, 10,000 സ്റ്റാർട്ടിങ് $100 കൂടുതൽ ഇട്ടുകൂടാ.
ഓക്കെ കുറയുന്നെങ്കിൽ $50 ഇട്ടോ ചെയ്യാൻ പറ്റും. $50 ഇട്ട് അതായത് മേലിലേക്ക് പോകുമ്പോൾ മലയാളി എന്താവൂല, ഇത് നിങ്ങൾ ഉണ്ടാക്കേണ്ട പ്രോഫിറ്റിന്റെ എണ്ണം കൂടൂല. $50 ആണെങ്കിൽ അതിനനുസരിച്ച് സ്ട്രക്ചർ നമ്മൾ തരും. $100 ഇട്ടുകൊണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ, അവിടെ വളരണം. അതല്ലാതെ കുറെ ഡോളർ ക്യാപിറ്റൽ കുറെ ഇൻക്രീസ് ചെയ്യുക, കുറെ അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. $100 ഇടുക. ഇനിയിപ്പോ ഞാൻ അത്രയും ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു മാസങ്ങൾ എന്താക്കണം, ടൂള് വെച്ചുകൊണ്ട് മാർക്കറ്റ് മാത്രം വാച്ച് ചെയ്യണം. ട്രേഡ് എടുക്കണ്ട, ഡെമോ ട്രേഡിൽ നിന്നും പോയി ട്രേഡ് എടുക്കണ്ട, മാർക്കറ്റ് വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓക്കെ മാർക്കറ്റ് തരുന്ന എൻട്രി തരുന്നുണ്ട്, ഓക്കെ അവിടെ ആ എൻട്രി പ്ലേസ് ചെയ്യാൻ മാർക്കറ്റ് വാച്ച് ചെയ്യാൻ പഠിക്കുക. ഒരു മാസം നിങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യുക, എന്നിട്ട് എൻട്രി പ്ലേസ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് തരും. അത് നിങ്ങളിതെന്താണ്, നിങ്ങളൊരു നീഡ് എന്താണ്, നിങ്ങൾ ഇതെന്താണ് അനുസരിച്ച് അത് സെറ്റ് ചെയ്ത് തരും. അതൊരു പ്രശ്നമില്ല. മിനിമം ഒരു $100 എന്നാക്കാ ഇട്ടുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പഠിക്കാം കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഓൾറെഡി ലൈവില് ഒരു ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യുക. അതായത് ഓൾറെഡി ഡാറ്റ ബോക്സ് ഒക്കെ ഓൾറെഡി സ്ട്രോങ് ബിയറിഷ് തന്നെയാണ്. ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം, നോ പ്രോബ്ലം. കാര്യങ്ങൾ ചോദിക്കാം, ക്ലാരിറ്റി വരുത്താം. $10,000 അതായത് $100 ഇട്ട് കഴിഞ്ഞാൽ സാറ് പറഞ്ഞതിൻ്റെ അകത്ത് മിനിമം എത്ര ഡോളർ ഒരു ട്രേഡ് എടുത്താൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ട്രേഡിൽ കിട്ടും, എത്ര ട്രേഡ് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. $10,000 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം $5 മേക്ക് ചെയ്ത് വിടും. പെർ ഡേ $5 മാത്രമേ മേക്ക് ചെയ്ത് വിടും. അത് റൂളാണ്. $5 പെർ ഡേ കിട്ടുമെന്നാണ് സാർ പറഞ്ഞത്. $5 മേക്ക് ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ അതായത് ഈ നിങ്ങള് നിങ്ങള് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം, ഗൂഗിളിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ സെർച്ച് ചെയ്യുന്നത്, അതായത് എത്ര % ആൾക്കാർ ലോസ് എന്നാണ് ട്രേഡില്. നിങ്ങൾ നോക്കാം, സക്സസ് ആയി നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തിട്ടാണ് ട്രേഡിൽ സക്സസ് ആയത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഗൂഗിളിലോ ജെമിനിയിലോ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തിരിയും. സിസ്റ്റം ഇങ്ങനെയാണ്. സിസ്റ്റം അതായത് എത്ര വലിയ ട്രേഡേഴ്സ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, അവർക്ക് അവരുടെ ആദ്യത്തെ മന്ത്ലി ഒരു ടാർഗറ്റിംഗ് കോൺസെപ്റ്റ് ഉണ്ടാവും. അതായത് ഇവിടെയുള്ള ആര് ട്രേഡ് ചെയ്യുന്ന നമ്മൾ ആൾക്കാരും ചോദിച്ചാലോ, നിങ്ങൾ ചോദിക്കാറുണ്ട്, ഒറ്റ ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ ഈ മന്ത് എത്രയാണ്, നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ്, ഡെയിലി എത്രയാണ് അച്ചീവ്മെന്റ്. നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ്, അതായത് ഡെയിലി വരുന്ന പ്രോഫിറ്റിനെ സെക്യൂർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് വേണം. ഡെയിലി എത്രയാണ് എനിക്ക് ആക്കേണ്ടതെന്ന് വേണം. അപ്പൊ ഡെയിലി $5 മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും റിസ്ക് കുറഞ്ഞ പരിപാടിയാണ്. ജസ്റ്റ് 1 എൻട്രിയിൽ നിങ്ങൾക്ക് $5 മേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് 5% ആണ് റിവാർഡ് എന്നാണോ പറയുന്നത്? അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ $5, ഇപ്പൊ 100ന്റെ $5 5% തന്നെയാണ്. 5% തന്നെയാണ് 100ന്റെ 5 എന്ന് പറയുന്നത്. $5 മേക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. $5 നമുക്ക് $100 വെച്ചുകൊണ്ട് നിങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. ലിവറേജ് 10,000 കൊണ്ട് $500 നിങ്ങൾക്ക് മേക്ക് ചെയ്യേണ്ടത്, 10,000 ക്യാപിറ്റൽ വെച്ചുകൊണ്ട്. സ്പ്രെഡ് എത്രയാണ് എടുക്കണം? ഏതാ നിങ്ങൾ ക്വാണ്ടിറ്റി അതായത് ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ച ബ്രോക്കർ പോലെയാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നോർമൽ എടുക്കുന്ന ക്വാണ്ടിറ്റി, ഇപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ ഇത് കൊടുക്കുന്ന ബിനാൻസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്പ്രെഡ് അല്ല വരുന്നത്, അതിൽ എമൗണ്ട് സൈസ് തന്നെയാണ് വരുന്നത് ബിനാൻസിലൊക്കെ വരുന്നത്. നിങ്ങൾ ഏതാണ് ബ്രോക്കർ, ഏതാണ് വരുന്നത്? ഓക്കെ, എക്സനൊക്കെ 0.1 ആ രീതിയിൽ കൊടുത്താൽ മതി, നോർമലിൽ കൊടുത്താൽ മതി സ്പ്രെഡൊക്കെ. ഞാൻ നിങ്ങൾ പുറത്താണോ അല്ല നാട്ടിലാണോ? നാട്ടിലാണ്. നാട്ടിൽ നിന്നിട്ട് XNS ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എത്രയായി? പഴയ അക്കൗണ്ട്. ഓക്കെ, പഴയ അക്കൗണ്ടിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഏത് ബ്രോക്കറാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഞാൻ സജഷൻ ചെയ്യലെന്ന് പറഞ്ഞാല്, അതായത് ഞാൻ ചെയ്യുന്നത്, ഞാൻ ബിനാൻസിലാണ്. എന്റെ ഒരു ബ്രോക്കർ ഞാൻ ബിനാൻസ് ചെയ്യുന്നുണ്ട്,
അടുത്ത് അത് ഗോൾഡ് മാത്രമാണ്. ഞാൻ ഗോൾഡ് ക്രിപ്റ്റോ ഒക്കെയാണ് ഞാൻ ചെയ്യല്. എനിക്ക് ഓൾറെഡി പിന്നെ ബൈബിറ്റ് ബിങ്കെക്സ് പോലത്തെ ഞാൻ ഫോറിൻ അക്കൗണ്ട് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇവിടുത്തെ ഒരു അക്കൗണ്ട് ഉണ്ടാവില്ല. ഞാൻ എക്സ്എൻഎസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കുറച്ച് പ്രശ്നങ്ങൾ എക്സ്എൻഎസിൽ നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങൾ എക്സ്എൻഎസിൽ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ എന്റെ ഒരു ക്ലയന്റിന് ഒരു $100 അതിൽ നിന്ന് പേ ഔട്ട് അവർ കൊടുക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ലൈവില് 2 days മുന്നേ ആണ് കേട്ടോ. ഞാൻ ചോദിച്ചത് വേറെ ഏതെങ്കിലും നമുക്ക് ഇന്ത്യയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ബ്രോക്കേഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബിനാൻസ് യൂസ് ചെയ്യാലോ. ബിനാൻസ് അല്ലേ? ബിനാൻസിൽ ഗോൾഡ് ഉണ്ട് ഓൾറെഡി. അതായത് MT5 വരുന്ന ഡാറ്റ റിയൽ അല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അതിന് റീസൺ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മള് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ പേര് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ഒരു അടുത്തൊരു ഇതാണ് ഈ MT5 എന്ന് പറയുന്നത്. ഇതിലൊരു പ്രീമിയം മന്ത്ലി എടുക്കണമെങ്കിൽ മിനിമം 10,000 രൂപ സ്റ്റാർട്ടിംഗ് ആണ് മന്ത്ലി. ഏറ്റവും ടോപ്പ് എൻഡ് 30,000 കൊടുക്കണം അൾട്രാ പ്രീമിയം എടുക്കാൻ. ട്രേഡിംഗ് വ്യൂവിന്റെ ഇവർ ഇത്രയും സെക്യൂർ ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്യണമെങ്കിൽ ലോകത്തിന് ഇതിന്റെ ഒരു കോപ്പി അടിച്ചുകൊണ്ട് വേറൊരു സിസ്റ്റം വന്നിട്ടില്ല. അതിനി വരാനും പോകുന്നില്ല. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഇത്രയും കമ്പനീസ് അപ്പൊ ഇതിൽ ഒരു കമ്പനിയും ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനി MT5 ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? ഒരേ ഒരു കമ്പനി ഞാൻ ചലഞ്ച് ചെയ്യാം. ഒരേ ഒരു കമ്പനി MT5 സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഉണ്ടാവില്ല. വെച്ചാൽ ഇവരാണ് ഡാറ്റ ഉണ്ടാവും. പുറത്തത്തെ കുറച്ച് കമ്പനീസ് ഒക്കെ MT5 അതെന്ന് പറഞ്ഞാല് അതൊക്കെ റയറാണ് കൊടുക്കുന്നത്. വെച്ചാൽ അവരാണ് ഡാറ്റ കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇല്ല ബ്രോക്കേഴ്സ് അല്ല ഡാറ്റ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യം ഉണ്ടായ എല്ലാവർക്കും അറിയാം വസീറക്സ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? വസീറക്സ് എന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ ഇതും കാര്യങ്ങളായിട്ട് ഉണ്ടായ ബ്രോക്കറാണ് വസീറക്സ്. ഇന്ത്യയിൽ ലോഞ്ച് ആയത്. ആ ബ്രോക്കർ ഓൾറെഡി റീസെന്റ് പോയി. അതിലുള്ള ആ പേയ്മെന്റും കിട്ടിയിട്ടില്ല, കാര്യങ്ങളും കിട്ടിയിട്ടില്ല, എല്ലാം പോയി. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയം ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, പേയ്മെന്റ് ഇട്ടുള്ള കാര്യങ്ങളാണ് ബിസിനസ്സിന് അറിയാണ് ചെയ്യുന്നത്. ബാക്ക് എൻഡും കാര്യങ്ങളും നിർബന്ധമായി നോക്കാം. നിങ്ങൾ ഏത് ബ്രോക്കർ പറഞ്ഞാലും അതിന്റെ ബാക്ക് എൻഡ് നമ്മൾ നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾക്കായിട്ട് ബ്രോക്കേഴ്സ് ഇല്ല. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ബ്രോക്കറാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇതാണ് ബിനാൻസ് വരുന്നത്. ബിനാൻസ് ആണ് ലോകത്തിലെ നമ്പർ 1 ബ്രോക്കറിൽ വരുന്നത്. ഇനിയിപ്പോ ക്രിപ്റ്റോ ആയിക്കോട്ടെ ഫോറക്സ് ഇതാണ് നമ്പർ 1. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് അവൈലബിൾ ആണ്. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. യെസ്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് ബിനാൻസ് കിട്ടും, ബിങ്കെക്സ് കിട്ടും. വിത്തിൻ 2 to 3 മിനിറ്റ് പേയ്മെന്റ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓക്കെ ഇനി ആർക്കും ഒരു ഇതും ഇല്ല. നിങ്ങൾക്ക് ഇതാ ഫോറിൻ കറൻസി ചെയ്യണമെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ടാക്സും കാര്യങ്ങളും കൊടുത്തോണ്ടെന്ന് ഇന്ത്യൻ മണി വെച്ചിട്ട് ചെയ്തോ കുഴപ്പമില്ല. എങ്ങനെ അത് ചെയ്താലും പ്രോഫിറ്റ് തന്നെയാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്നത് നിങ്ങൾ വില്ലിങ്ങാണ്ട പ്രോഫിറ്റ് തന്നെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാല്. ടാക്സ് കൊടുത്താലും പ്രോഫിറ്റ് ആണ്. ഞാൻ ചെയ്യലുണ്ട് ഇതില്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഞാൻ ചെയ്യുന്നതാണ്. ഇതിലെല്ലാ പേരും ഉണ്ട്. ടാക്സ് കൊടുക്കണമെന്നില്ല. ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അല്ല ഓട്ടോമാറ്റിക് ഇന്ത്യൻ നമ്മള് സ്റ്റോക്കിന്റെ ബ്രോക്കർ വിഡ്രോൾ ചെയ്യുന്ന സമയം ഉണ്ടാകുന്ന പോലെയാണ് ടാക്സും കാര്യങ്ങളും പോയിട്ട് ബാക്കി നമുക്ക് എന്താക്കും കിട്ടും. പക്ഷെ അത് കൊടുത്താലും ലാഭമാണ് ഇതില്. ഇത് ഇതും നല്ല 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 ബ്രോക്കറാണ്. സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്രോക്കറാണ്. ബിങ്കെക്സ് നല്ലതാണ്. ഇതിൽ നമുക്ക് ടാക്സിന്റെ ഇഷ്യൂ ഇതൊന്നും വരൂല കേട്ടോ. ഇന്റർനാഷണൽ പെയർ ചെയ്ത ബിങ്കെക്സ് നല്ലതാണ്. ബൈബിറ്റ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. ബൈബിറ്റ്, ബിങ്കെക്സ്, ബിനാൻസ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ പരമാവധി ഇതിന്റെ ഉള്ളിലെ ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കാം. ഔട്ട്സൈഡ് ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ചോദിക്കാട്ടോ, കാര്യങ്ങൾ ചോദിക്കാം.
നിങ്ങളുടെ ഈ ബ്രോക്കേഴ്സിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പാകത്തിന് എങ്ങനെയാണ് നിങ്ങളിത് എൻട്രി ചെയ്ത് നോക്കാൻ പറ്റുന്നത്? അതുകൂടാതെ നിങ്ങൾ ഈ ബ്രോക്കേഴ്സ് സ്ക്രീൻ കാണിക്കുന്നുണ്ടല്ലോ, അത് മൊബൈൽ ആയതുകൊണ്ട് വ്യക്തമാവുന്നില്ല. പക്ഷെ നമുക്ക് ആ ബ്രോക്കേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങള് അതായത് നിങ്ങളിപ്പോ ടൂളും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്ന സമയം നിങ്ങൾ ഏതാണ് ബ്രോക്കർ എന്നുള്ളത് നിങ്ങൾക്ക് ഏതിലാണ് ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ പർച്ചേസ് ചെയ്തു, നിങ്ങൾ പറയുകയാണെങ്കിൽ ഗോൾഡിലാണ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ സജഷൻസ് തരും. നിങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഗോൾഡും ക്രിപ്റ്റോയും മാത്രമാണോ? അല്ല, ഇന്ത്യൻ മാർക്കറ്റും ചെയ്യാം. ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്, ഞാൻ നിഫ്റ്റിയിൽ ചെയ്യലുണ്ട്. ഈ നിഫ്റ്റിയുടെ ഒക്കെ പെർസെന്റേജ് എങ്ങനെ വരും? നിഫ്റ്റി കാര്യങ്ങള് എന്തിൻ്റെതാണ്? നിഫ്റ്റിയിൽ എന്താണ് അറിയേണ്ടത്? ഈ ഗോൾഡിൽ ചെയ്യുന്ന പോലെ ഒരു ടാർഗറ്റ് തന്നെ കിട്ടുമോ നിഫ്റ്റിയിൽ ചെയ്തു കഴിഞ്ഞാൽ? നിഫ്റ്റിയിൽ കിട്ടുന്നുണ്ട്. ഗോൾഡിൽ ചെയ്യുന്ന പോലെ തന്നെ ടാർഗറ്റ് ആണ് നിഫ്റ്റിയിൽ. ഇത് പിന്നെ രണ്ടാമത്തെ എൻട്രിയാണ്. ഇന്ന് 2 എൻട്രിയാണ് ഉണ്ടായത് മാർക്കറ്റിൽ. നിഫ്റ്റിയിൽ ഒരു എൻട്രി ഇവിടെ സെല്ലാണ്, ഈ എൻട്രി ഇവിടെ നമുക്ക് കിട്ടിയതാണ്, സെൽ എൻട്രി ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് ഈ എൻട്രി കിട്ടിയത്. 2 എൻട്രിയാണ് ഇന്ന് ഇവിടെ ഉണ്ടായത്. ഒന്ന് TP4 കംപ്ലീറ്റ് ആയി, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TP3 വരെ കംപ്ലീറ്റ് ആയിട്ട് 3 എത്തി. ഇത് ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ ലോസ് കാര്യങ്ങൾ, സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാ ഇത് ചെയ്യുമോ? ഇതാണ് യെസ്, ഇതാണ് ഇത് കണ്ട റെഡ്. നമ്മളെ സിസ്റ്റം നിങ്ങൾക്ക് ഒരു അതായത് എവിടെ എൻട്രി എടുക്കണം, എവിടെ വരെ TP എങ്ങനെ സെറ്റ് ചെയ്യണം, എവിടെ SL ഇത് കാണിച്ചു തരും. ഇതേപോലെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ അതിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക, എൻട്രി പ്ലേസ് ചെയ്യുക, ടാർഗറ്റ് പ്ലേസ് ചെയ്യുക. TP1 സെറ്റ് ആക്കുക, TP2, TP3, TP4 സെറ്റ് ചെയ്യുക. അവിടെ എൻട്രി ആയി, പിന്നെ നിങ്ങൾ നോക്കണ്ട, പിന്നെ എന്താ അതിന് വിട്ടുകൊടുക്കുക. ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ത്യൻ മണി ഒരു 10,000 വെച്ച് 500 ലോസ് വരും, 500 ലോസ് വരും. അപ്പൊ അത് അവിടെ കഴിഞ്ഞു. പ്രോഫിറ്റ് ആണെങ്കിൽ TP4 ആണ് എവിടെയാണ് നിങ്ങൾ വെച്ചത്, ആ ഒരു പ്രോഫിറ്റ് നമുക്ക് എന്താക്കും, സെക്യൂർ ചെയ്ത് വരും. പ്രോഫിറ്റ് വെക്കുന്ന സമയം നമ്മൾ പഠിപ്പിക്കും TP1, TP2 ഈ 4 TP വെക്കണം. അപ്പൊ അങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ TP1 എത്തി കഴിഞ്ഞാൽ ഈ SL ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടത്തേക്ക് വരും. 4 TP നമുക്ക് 4 SL സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കും. ബിഗിനർ ആയത് കൊണ്ട് കുഴപ്പമില്ല, ആദ്യം തന്നെ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറക്കൂല. ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം ലൈവ് മാർക്കറ്റിൽ അതായത് എമൗണ്ട് ഇട്ട് ചെയ്താൽ മതി. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് സെറ്റ് ചെയ്താലുണ്ടാവും, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അത് ഓക്കെ ആണല്ലോ, അത് ചെയ്തുതരാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ഇത് മനസ്സിലാക്കി നിങ്ങളൊരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രാറ്റജി ഫോർമുല നിങ്ങൾ ഇവരായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് വ്യൂ ആയിട്ട്. അപ്പൊ ആ സെറ്റപ്പില് മാർക്കറ്റ് വരുമ്പോ അവിടെ ബൈയും സെല്ലും കാണിക്കും വരും. അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചു തരും. ഇനി നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് നമ്മൾ ടൂളാക്കി ഡെവലപ്പ് ചെയ്ത് തരും. നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, അത് എങ്ങനെ ഏതൊക്കെ ഡീപ്പില് ആക്യുറസി എത്രയാ നിങ്ങൾ പറയുന്നത്? വിന്നിങ് ആക്യുറസി ആണോ? ടൂളിന്റെ വിന്നിങ് ആക്യുറസി കഴിഞ്ഞൊരു 2-3 മാസത്തെ ഡാറ്റ കാണിക്കാവോ? അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ തന്നെ ഇതിൽ നോക്കിയാൽ തിരിയും നിങ്ങൾക്ക് ടൂളിന്റെ ഗോൾഡ് ഓക്കെ കാണിക്കാവോ? ഗോൾഡില് അതായത് ഓക്കെ ജസ്റ്റ് ഗോൾഡ് വിന്നിങ് ആക്യുറസി, അതായത് ഞാൻ അത് ആദ്യം പറഞ്ഞതാണ്. ഇതിന്റെ ഒരു വിന്നിങ് ആക്യുറസി വരുന്നത് ഈ ട്രേഡിംഗ് വ്യൂയിലേക്ക് ഈ ടൂളോ ഇങ്ങനത്തെ സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ ആ സിസ്റ്റത്തിന് 50% വിന്നിങ് ആക്യുറസി നിർബന്ധമാണ്. 50%. ബാക്ക് ടെസ്റ്റ് എത്ര നാളത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ അത് അങ്ങനെ പറ്റുക? 50% കൺഫേം ചെയ്യുന്നത് ഇവർ അതായത് നമ്മൾ ഓൾറെഡി ഒരു 2 ഇയർ ബാക്ക് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ് ഇവർക്കൊരു 3 മന്ത് ബാക്ക് ടെസ്റ്റ് ഇവരും ചെയ്യുന്നുണ്ട്. ആരാണ്? ഇപ്പൊ ഞങ്ങൾ ഈ ഒരു ടൂള്, ഇത് ഞങ്ങൾ ഇതിലേക്ക് വരാൻ പോകുന്ന ഒരു ടൂളാണ്. ഇത് ഓൾറെഡി ഈ സാധനം നമ്മളെ പേരിലുള്ളതാണ്, കൊറോണെക്സ് എന്നുള്ളതാണ്. ഇത് ഓൾറെഡി ഇവർ ബാക്ക് ടെസ്റ്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾറെഡി അവർ കൺഫേം ചെയ്തതാണ്. ഇതിന്റെ നമുക്ക് ഓൾറെഡി ഇത് വന്നതാണ്. അവർക്ക് നമ്മൾ 3-4 മന്തായി അവർക്ക് ബാക്ക് ടെസ്റ്റിന് കൊടുത്തിട്ട്
ട്രേഡിംഗ് വ്യൂക്ക് കൊടുത്തിട്ട്. അപ്പൊ ട്രേഡിംഗ് വ്യൂലേക്ക് ഒരു സാധനം വരുന്ന സമയം നമ്മളെല്ലാ സാധനം അവർക്ക് കൊടുക്കണം. അതായത് ഈ ടൂൾ ഇപ്പൊ ട്രേഡിംഗ് വ്യൂൻ്റെതായി മാറി. നമുക്ക് ഇതിലേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒന്ന് ട്രെയിനിങ് കൊടുക്കേണ്ടത് നമ്മളെ എഗ്രിമെന്റിൽ ഉള്ളതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആക്സസ് കൊടുക്കാനേ പറ്റും. റിമൂവ് ആക്സസ് പോലും നമുക്കില്ല ഈ ടൂളിലേക്ക്. റിമൂവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ട്രേഡിംഗ് ബുക്കാണ്. നമുക്ക് അതിന്റെ ആക്സസ് ഇല്ല. അതായത് നമ്മളിപ്പോൾ നിങ്ങളെ കൈമുന്ന എമൗണ്ട് വാങ്ങിക്കുന്നു, അതിലേക്ക് ആക്സസ് കൊടുത്തുകൊണ്ട് ഇത് ആക്കി കഴിഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ചീത്തപ്പേര് ട്രേഡിംഗ് ബുക്കാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൺസേൺ ഉണ്ട്. അതായത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ, അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ പേര് വരാന്ന് പറയുന്നത് നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ഓക്കെ, അവിടെ നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ കമ്പനിന്റെ പേര് അതിൽ എന്ത് ചെയ്യാ, ഹൈലൈറ്റ് ആക്കാന്ന് പറയുന്നതിന്റെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ തിരിയും. ഹൈലൈറ്റ് ആക്കാന്ന് പറയുന്നതിന് നമുക്കത് അതാണ് നമ്മളൊരു മെയിൻ കൺസേൺ വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു ബാക്ക് ടെസ്റ്റ് ഇത് ഇവരുടെ ബാക്ക് ടെസ്റ്റിന്റെ ലൈവ് റിസൾട്ട് ആണ് കേട്ടോ. ഇത് അതാത് ദിവസം ഇത് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇതിന്റെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് ആണ് ഇവിടെ കാണുന്നത്. ഡെയിലി മാറും. അതായത് ഇതിന്റെ പ്രോഫിറ്റിന് എങ്ങനെയാണ് പേഴ്സൺ ഇന്നൊരു 67 to 70 രാവിലെ മുതൽ ഉണ്ടായത്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഒരു 75 അത് ഒരു 10 ട്രേഡ്, അതായത് ഒരു 10 ട്രേഡ് എടുത്ത ഇന്ന് ഓക്കെ ഒരു 7 സക്സസ് ആണ്. അത് 7 TP4 അടിച്ചതല്ല. അതായത് അതിൽ TP1 അടിച്ച ട്രേഡ് ഉണ്ടാവാം, TP2 അടിച്ചതുണ്ടാവാം, TP3 അടിച്ചതുണ്ടാവാം, TP4 അടിച്ചതുണ്ടാവാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ TP2 എത്തി. ഇവിടുന്ന് മാർക്കറ്റ് ചെറിയ റിവേഴ്സൽ പോകുന്നുണ്ട്. ഒരു ബുള്ളിഷിലേക്ക് മെല്ലനെ കയറിയിട്ടുണ്ട് കാണുന്നത്. പക്ഷെ അവിടെ എൻട്രി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറി വരും കേട്ടാ. എൻട്രി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ബുള്ളിഷ് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരും എൻട്രി. അത് കൺഫർമേഷൻ കിട്ടി എടുത്താൽ മതി. അല്ല, അതായത് ഇപ്പൊ ഇവിടെ TP2 അടിച്ചതാണിത്. ഇത് ഇന്നത്തെ ട്രേഡിലുള്ളതാണ്. ഇത് TP4 അടിച്ചതാണ് ഈ ട്രേഡ്. ഓക്കെ, ഇവിടെ ഒരു SL വന്നിട്ടുണ്ട് നമുക്കിതാ. ഇത് SL വന്നതാണ്. ഓക്കെ, അടുത്തത് ട്രേഡ് നമുക്കുള്ളത് ഇവിടെ ഒന്നും നമുക്ക് ട്രേഡ് വന്നിട്ടില്ല. ഇതാ ഇവിടെയാണ് ട്രേഡ് വന്നത്. ഈ ട്രേഡ് കംപ്ലീറ്റ്. ഇത് TP4 അടിച്ച ട്രേഡാ. ഇതാ ഈ ട്രേഡ്, ഇതും TP4 അടിച്ചതാ. ഇത് നമുക്ക് SL വന്നിട്ടുണ്ട്. ഇത് ഒരു TP3 അടിച്ചതാ, 2 or 3 ഇത് അടിച്ചതാ. ഇത് TP1 അടിച്ച ട്രേഡാ. ഇത് നമുക്ക് ഒരു TP1 അടിച്ച ട്രേഡാ. ഇത് SL വന്ന ട്രേഡാ. ഇത് TP അടിച്ചതാ. അപ്പൊ ആ രീതിയിലാണ്. അതായത് എല്ലാ ട്രേഡും TP, അതായത് മാർക്കറ്റിന് ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് TP1 കംപ്ലീറ്റ് ആക്കി, TP2 കംപ്ലീറ്റ്, ആ രീതിയിൽ തന്നെ പോകണം. അപ്പൊ അതാണ് മാർക്കറ്റ് അങ്ങനെ എന്താക്കുന്നത്, സെറ്റ് ചെയ്യുന്നത്. ഇതിനെ സെക്ഷനില്ല. ഇല്ല. അപ്പം അതാണ് നിങ്ങളൊന്ന് നോക്കേണ്ടത്. അതാണ് ആ രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലായോ? ആക്രോസിക്ക് കുറവൊന്നുമില്ല. ആക്രോസിയുടെ ആണ് വെറുതെ എന്തല്ല, അതിന്റെ കൂടെ സിസ്റ്റത്തിന്റെ കൂടെ മാത്രം നമ്മൾ അതെന്തായാലും നമ്മളെ സിസ്റ്റം ഒരിക്കലും അവരുടെ സിസ്റ്റത്തിന്റെ കൂടത്തിലേക്ക് ജോയിൻ ചെയ്യൂല. വെച്ചാല് പല ബ്രോക്കേഴ്സും ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാർട്ടുകൾ ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഹൈഡാക്കി കഴിഞ്ഞാല് എന്താണ് ഇവിടെ നടക്കല്? ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഉണ്ടാവല്. ഇതൊക്കെ ഹൈഡാക്കി കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഒന്നുമില്ല, എല്ലാം പോയി. ഇതാണ് ഇവിടെ എന്താകുന്നത്, നടക്കുന്നത്. അപ്പൊ അതിനെ നമ്മളെന്നാക്കുന്നത്, നമ്മളെ സിസ്റ്റം വെച്ച് ഡിറ്റക്ട് ചെയ്തു കാര്യങ്ങൾ ചെയ്തു നമ്മളത് പ്രോപ്പർ. ഇപ്പൊ ഇതായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പല സാധനങ്ങൾ ഇതിലുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും. ഹൈ ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ച പല മെത്തേഡും പല പാറ്റേൺസ് ഇതിൽ എന്താകുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മൂവിങ് ആവറേജ് ആയിക്കോട്ടെ, EMA ആയിക്കോട്ടെ, RSI ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് വർക്കിംഗ് നടക്കുന്നത്, സിസ്റ്റം മൊത്തം. ഇപ്പൊ ഇവിടെ ഓൾറെഡി നമുക്കൊരു ബുള്ളിഷിലേക്ക് വരുന്ന ഒരു എൻട്രി നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 3 ഡയമണ്ട് കട്ട് ഇവിടെ കാണുന്നുണ്ടോ? നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. ഇത് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് പോകാനുള്ള ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. ഇതൊരു phase 1 സിഗ്നലാണ്. അടുത്ത സിഗ്നൽ വരണത്ര ചെറിയൊരു സൂചനയാണ്.
അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡാറ്റ ബോക്സ് നോക്കുന്ന സമയമൊക്കെ മെല്ലനെ ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മൊത്തം ഒന്നാവും ഗ്രീനിലേക്ക് വരും. അങ്ങനെയാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത എൻട്രി നമുക്ക് സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരു 5% നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. 95% അത് ഓൾറെഡി ചെയ്ത് തരും. 5% മനസ്സിലാക്കിയാൽ മതി. സാർ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചിട്ട്, ഇതിനകത്ത് കാണിക്കുന്ന നമ്മുടെ കൂടുതൽ ഡൗട്ട് ചോദിച്ച റോഷൻ ഇതിനകത്ത് ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആളാണോ? ഏതാണ്? ബാക്കിയുള്ള രണ്ടുപേരും സൈലന്റ് ആയിരിക്കണം. അപ്പൊ ഓൾറെഡി ഞാനും മറ്റുള്ള രണ്ടുപേരും ബിഗിനേഴ്സും. റോഷൻ ഏതെങ്കിലും ട്രേഡ് ചെയ്തിട്ടുള്ള ആളാണോ? റോഷൻ നിങ്ങൾ ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ ഓക്കെ. ഞാൻ ചെറിയ രീതിയിൽ ചെയ്യുന്ന ആളാണ്. അത്ര വലിയ പ്രോഫിറ്റബിൾ ട്രേഡർ ഒന്നല്ല. ചെറിയ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ്. അത്രേ ഉള്ളൂ. ഞാൻ ഒട്ടും ഇൻവോൾവ് അല്ല. അതുകൊണ്ടാണ് റോഷനോട് ചോദിച്ചത്. റോഷൻ വർക്കിൽ കുറച്ചൊക്കെ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ സാധാ ഒരു ബിഗിനർ ആണ്, എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ബിഗിനർ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഓപ്പൺ ആയിട്ട് ബിഗിനർ ആണ്. അപ്പൊ നിലവിലിപ്പോ മാർക്കറ്റിൽ ബാക്കിയുള്ള എല്ലാവരും, അതായത് നമ്മൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ മിനിമം 40,000 അല്ലെങ്കിൽ 20,000 മിനിമം കൊടുക്കണം. ഒരു കോഴ്സ് എടുത്ത 1 month 3 month കൊണ്ട് പഠിക്കണമെങ്കിൽ 20,000 കൊടുക്കണം. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്ന സിസ്റ്റം ഈ 20,000 കൊടുത്ത് അവിടെ പോകുന്നത് അത് അവരുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 20,000 കൊടുക്കുന്നത്. അത് ആ സ്കില്ല് അവരെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ 3 മാസം കൊണ്ട് 1 മാസം കൊണ്ട് അവർ തിരിച്ചറിയലാണ്. അതിനാണ് 20,000 കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്ത സിസ്റ്റത്തിലുള്ളതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ ഒരു സിസ്റ്റം, അതായത് നമ്മളിവിടെ, അതായത് ഇപ്പോ ആൾക്കാർക്ക്, അതായത് ഹ്യൂമൺ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സിസ്റ്റം, അതായത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത സിസ്റ്റമാണ്. അതായത് വെച്ചാല് ഇപ്പം നിങ്ങളെല്ലാവരും ആകുന്നുണ്ട് ബൈക്കും കാറൊക്കെ നിങ്ങളെ കയ്യിലുണ്ടാവും. ഈ ഒരു സാധനം, ഈ ഒരു മെഷീൻ സാധനം ഒന്നും ആരും ഇതിൽ നിർമ്മിച്ച ആൾക്കാരല്ല. ഓൾറെഡി അത് മെയ്ക്ക് ചെയ്ത് വെച്ചൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അതെങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുന്നു, അത് സക്സസ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഫിലിമൊക്കെ 2 മണിക്കൂർ ഫിലിമൊക്കെ നമ്മൾ അറിയാം. അതായത് വലിയൊരു സ്ക്രിപ്റ്റ് ഒരു 3 കൊല്ലം 4 കൊല്ലം കൊണ്ടായിരിക്കും ഒരു സിനിമന്റെ സ്ക്രിപ്റ്റ് മെയ്ക്ക് ചെയ്ത് വരുന്നത്. ഒരാളെ അത് അയാളെ സിസ്റ്റം, അയാളെ സ്ട്രാറ്റജിയാണ്. ഒരു 4 കൊല്ലത്തെ സിസ്റ്റം ആയിരിക്കും. അത് 2 മണിക്കൂർ ഫിലിമിലേക്ക് വരുന്ന സമയം, ഒരു വിഷ്വലി വരുന്ന സമയം, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സമയം, അതിൽ എല്ലാ സെക്ടറും നമുക്ക് കാണാപ്പാടായിട്ട് എന്താക്കുന്നു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വിത്തിൻ ആ 2 മണിക്കൂറും ഉണ്ട്. ഒരു വിഷ്വൽ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ ക്യാരക്ടറും നമുക്ക് അറിയാം ആരാണ് എങ്ങനെയാണ്. അതിന് 5 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാലും അതിലത്തെ കാര്യങ്ങൾ നമുക്ക് കാണാണ്ട് കിട്ടും. പക്ഷെ ആ ഒരു 4 കൊല്ലം കൊണ്ട് മെയ്ക്ക് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ഒരാൾക്ക് 1 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റൂല. അയാള് മിനിമം ഒരു 8 കൊല്ലം എടുക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കണമെങ്കിൽ. അപ്പൊ ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ മാനുവലി പോയി പഠിക്കും. ഇതിൽ നിങ്ങള് ട്രേഡിങ്ങിന്റെ നമുക്ക് ട്രെയിനിങ് കൂടി നിങ്ങൾ തരുമോ ഇതിന്റെ കൂടെ? അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു അതായത് വെറുതെ ടൂൾ എടുത്ത് നിങ്ങൾ ചെയ്യാന്നല്ല, അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി പഠിപ്പിച്ചു തരും. അതിന്റെ കൂടെ ഒരു സിസ്റ്റവും തരും. നമുക്കിപ്പോ നിങ്ങളുടെ അവിടെ വരിക ഇത് ഉപയോഗിച്ച്. വോയിസ് ക്ലിയർ ഇല്ല, ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ കാലിക്കറ്റ് ആണല്ലോ നിങ്ങളുടെ ഓഫീസ്. യെസ്. നമ്മള് ഈ ടൂൾ എടുത്തു. അപ്പൊ കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ അവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ? ഷുവർ, വരാം, കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഓഫ്ലൈനിൽ വരുന്ന ഓഫ്ലൈനിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വരും, മോർണിംഗ് വരും, അവർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളും കാര്യങ്ങളെ അന്ന് ഈവനിങ് വരെ അവർ അവിടെ ഉണ്ടാവും. വൈകുന്നേരം പോവും. 2 ദിവസം നിൽക്കുന്ന ആൾക്കാരുണ്ട്, 3 ദിവസം നിൽക്കുന്ന ആൾക്കാരുണ്ട്, 1 ഡേ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഓൺലൈനിൽ നമുക്ക് ഇതിന്റെ സപ്പോർട്ട് അവൈലബിൾ ആണോ? നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. സപ്പോർട്ടിങ് ടീമുണ്ട്. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സിലായി. അതായത് ഞങ്ങൾ ഈ സിസ്റ്റം കൊണ്ടുവരുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾ അതായത് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാന്ന സിസ്റ്റം ഇല്ല. അതായത് ആൾക്കാർ നമ്മളെപ്പോഴും എന്താണ്, അതായത് സൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ കുറയണം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാലും കോംപ്ലിക്കേഷൻ വരൂല. അതില്ലാത്ത രീതിയിൽ തന്നെ അത് പാക്ക് ചെയ്ത് തരും. ഓക്കെ. ഈ ട്രെയിനിങ് നമുക്ക് എത്ര ദിവസം കിട്ടും?
ട്രെയിനിങ് ഉണ്ടാവും. ഇന്നിപ്പോ നാളെ ടൂൾ എടുത്താൽ നാളെ ട്രെയിനിങ് ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ട്രെയിനിങ് ഉണ്ടാവും. എല്ലാ ദിവസവും ട്രെയിനിങ് സെക്ഷൻ ഉണ്ടാവും. എല്ലാ ദിവസവും അത് ഓക്കെ ഇപ്പൊ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്. അപ്പൊ നിങ്ങള് പറയില്ലേ, നിങ്ങൾക്ക് കോൺഫിഡന്റ് തരുന്നതേ നിങ്ങളെ നമ്മള് മാർക്കറ്റിലേക്ക് ഇറക്കും. അതുവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് തിരിയും. നിങ്ങളിപ്പോ നാളെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് പറഞ്ഞാൽ നാളെ നമ്മളതിന്റെ ട്രെയിനിങ് തരും. നാളെ നിങ്ങൾ മറ്റന്ന മാർക്കറ്റിൽ റിയൽ മാർക്കറ്റിൽ ചെറിയ രീതിയിൽ പിച്ച് ചെയ്ത് തുടങ്ങിക്കോ, കുഴപ്പമില്ല. സിസ്റ്റം നമ്മൾ തരും. എങ്ങനെയായാലും സിസ്റ്റം എന്തായാലും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അത് ചെയ്തേ പറ്റൂ. ചില സ്ഥലത്ത് നമ്മൾ മാറേണ്ടടുത്ത് നമ്മൾ മാറിയേ പറ്റൂ. ഇപ്പോ ഇതിൽ ബാക്കി രഞ്ജിത്ത് ഉണ്ട്, അതേപോലെ കൃഷ്ണപ്രസാദ്, ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും കൊണ്ട് ചോദിക്കാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടോ, ക്ലാരിറ്റി വരുത്താം. ഇപ്പം റോഷൻ ചോദിച്ചതുപോലെ നമുക്ക് അവിടെ വന്ന് ഹാർട്ട് ചെയ്ത് നിൽക്കണ്ടേ. ഇപ്പൊ ഞാൻ എന്റെ സ്ഥലം ഇടുക്കിയാണ്, തൊടുപുഴ ഇടുക്കിയാണ്. ഈ റോഷൻ ബ്രോ എവിടെയാണ് സ്ഥലം? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരാ. ഇതിപ്പോ ഞങ്ങൾ വന്ന് ഇപ്പൊ റോഷൻ ചോദിച്ചതുപോലെ അവിടെ വന്ന് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു ഇന്ററാക്ഷൻ കിട്ടാനോ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയാലോ അല്ലെ ബാക്കി നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചോദ്യം ചോദിച്ചു. അല്ല, യെസ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ടൂൾ എടുത്ത് കഴിഞ്ഞ ആൾക്കാർ, അതായത് ഇങ്ങോട്ട് വരുന്ന സമയം ഇവിടെ വരുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ട്രേഡിംഗ് ഫ്ലോർ നമ്മളിപ്പോ ഓൾറെഡി നെക്സ്റ്റ് മന്ത് 2 മന്ത് കൊണ്ട് നമ്മൾ ട്രേഡിംഗ് ഫ്ലോർ നമ്മളെ ഫുൾ ടീമിന് വേണ്ടി ട്രേഡിംഗ് ഫ്ലോർ തന്നെ കൊടുക്കുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വരെ എനി ടൈം ആക്സസ് എന്ന രീതിയിലേക്ക് സെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും വരാട്ടോ, വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും വരുന്ന ആൾക്കാരുണ്ട്, മോർണിംഗ് വരുന്ന ആൾക്കാരുണ്ട്, ഒരു ദിവസം നിൽക്കുന്ന ആൾക്കാരുണ്ട്, വന്നിട്ട് 2 ദിവസം സ്റ്റേ അടിക്കുന്ന ആൾക്കാരുണ്ട്. വരുന്ന സമയം നിങ്ങൾക്ക് ഞായർ അവധിയായിരിക്കും. ബാക്കിയുള്ള ഏത് ടൈമിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്. ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില ആളുകൾ ടൂള് വെക്കും, പിന്നെ നമുക്ക് അവരായിട്ട് യാതൊരു വക കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അപ്ഡേഷൻസ് ചിലപ്പോൾ നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്തോ ചില കാര്യങ്ങൾ, ഫോർമുലാസ് അപ്ഡേഷൻസ്, അതായത് അപ്ഡേഷന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യം സപ്പോർട്ട് നമുക്ക് കിട്ടുമോ? ചില ടൂൾ കമ്പനിക്കാരാണ് തരുന്നില്ല. ടൂൾ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞു ചിലപ്പോ സപ്പോർട്ട് കിട്ടില്ല. മനസ്സിലായി. അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിപ്പോ ഇങ്ങനത്തെ ഒരു വെബിനാർ സെറ്റപ്പ് ചെയ്തതിനുള്ള റീസൺ. അതായത് നമ്മളിപ്പോ വെറുതെ ഒരു ബാക്കിയുള്ള സിഗ്നൽ കൊടുക്കുന്ന ടൂള് കണക്കുന്ന സിസ്റ്റം ഇത് വെച്ചുകൊണ്ട് എങ്ങനെ പഠിക്കാന്നുള്ള സിസ്റ്റമാണ് കൊടുക്കുന്നത്. അതിന് കൂടെ ഒരു ബ്ലൂ പ്രിന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ എങ്ങനെ, അതായത് അതിന് സിസ്റ്റത്തിന്റെ കൂടെ വരാനുള്ള സിസ്റ്റവും കൊടുക്കുന്നു. അപ്പോ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂ, ടീം വർക്കായിട്ട് കൊണ്ടുപോവാം. പിന്നെ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങൾ വരുന്ന സമയം നമ്മൾ അതിന്റെ അപ്ഡേഷൻസ് ഞങ്ങൾ തന്നെ എന്നാകുന്നുണ്ട്, ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്. അത് ട്രേഡിംഗ് വ്യൂക്ക് എല്ലാ 3 മാസം കൂടുമ്പോൾ അതിന്റെ അപ്ഡേഷൻസ് വരും. അതിൽ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പും കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവും. കമ്മ്യൂണിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. നമ്മള് ഡിസ്കോഡാണ് മെയിനായിട്ട് കൊടുക്കല്. ബാക്കി എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ടാവും. കമ്മ്യൂണിറ്റിക്കൊന്നും പ്രശ്നമില്ല. നമ്മളെ ട്രേഡിംഗ് വിന്റെ ഒരു കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ട്രേഡിംഗ് വിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, കമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ട്. നമ്മളെ ഈ ടൂളിന് എത്ര കോസ്റ്റ് വരുന്നത്? ടൂളിന്റെ പ്രൈസിങ് ഞാൻ പറഞ്ഞുതരാം. അത് കോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. പ്രൈസിങ് വരുന്നത് നമ്മൾ ആക്ച്വൽ പ്രൈസിങ് 35,000 ആണ് പ്രൈസിങ് വരുന്നത്. ഇപ്പോൾ അതിൽ നമ്മളിപ്പോ കറന്റ് നമ്മളിപ്പോ ഈ വെബിനാറിന്റെ രീതി നമ്മൾ കറന്റ് കൊടുക്കുന്നത് ഒരു 2 days ആയിട്ട് കൊടുക്കുന്ന 2 days കൊടുക്കുന്ന ഒരു പ്രൈസിങ് എന്ന് പറഞ്ഞാൽ 25,000 നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്കാണ്. ഈ ലൈഫ് ടൈമിലേക്ക് കൊടുക്കുന്നത് തന്നെ അത് ഫ്യൂ ഡേയ്സിലേക്ക് ഉണ്ടാവും ലൈഫ് ടൈം കൊടുക്കാന്നുള്ളത്. അതായത് നമുക്ക് ട്രേഡിംഗ് വ്യൂ നമുക്ക് ഇപ്പോൾ ലൈഫ് ടൈം ഇത് തന്നിട്ടുണ്ട്. അപ്പൊ അവരെ തരുന്നതിന്റെ രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊടുക്കുന്നത് ഇതിന്റെ കുറച്ച് പ്രീമിയം ടൂൾ, അതായത് പ്രീമിയം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രീമിയം യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ടൂൾസ് നമ്മൾ കൊടുക്കുന്നത് $250 മന്ത്ലി ആണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $250 വലിയൊരു എമൗണ്ട് അല്ല. കേരള മാർക്കറ്റിൽ $250 എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആണ്. മന്ത്ലി എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ലൈഫ് ടൈമിലേക്ക് 25,000 ഇതിന്റെ കംപ്ലീറ്റ് ആക്സസ് നിങ്ങൾക്ക് കിട്ടും. ട്രേഡിംഗ് വ്യൂ ഉള്ളിടത്തോളം കാലം ആ സാധനങ്ങൾ അതിൽ ഉണ്ടാവും.
ഈ ട്രേഡിംഗ് വ്യൂവിന് പിന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കണ്ട. ഇല്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സഫീഷ്യന്റ് ഇല്ലാത്ത എല്ലാ ട്രേഡിംഗ് വ്യൂ ആണ്. ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും യെസ്, എല്ലാ അതായത് മാർക്കറ്റും. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിന്റെ അതായത് ഞങ്ങളുടെ ടൂളിന് അതായത് സഫീഷ്യന്റ് ആവശ്യമില്ല. അത് പറയാൻ കാരണം അത് നമ്മൾ ഓൾറെഡി അവരുടെ ബാക്ക് എൻഡ് ആയിട്ട് നേരിട്ടാണ് അതിന്റെ ഇത് കൊടുക്കുന്നത്, ചെയ്തിട്ടുള്ളത്. ചെറിയ എക്സാമ്പിൾ പറഞ്ഞത് തിരിയാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് ഇവിടെയൊക്കെ നമ്മളെ പ്രൊഡക്റ്റും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഓരോ ഏരിയ ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും ഓരോ എമൗണ്ട് ആണ്, ഓരോ സിസ്റ്റം ഉണ്ടാവും. ബാക്കിൽ വെക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നതിന് ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇതിപ്പോ നമ്മളുള്ളത് അവർ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയ ഭാഗത്താണ്. അതായത് ഇതൊക്കെ എല്ലാം ഇത്രയും ഇങ്ങനെ ഇതെല്ലാം ഓട്ടോമേഷൻ, അതായത് എന്ന് പറഞ്ഞാല് ഈ ഒരു ഇതിൽ തന്നെ ഏകദേശം 10-20ഓളം ടൂൾസിന്റെ മേലെ വരുന്നുണ്ട്, സിസ്റ്റം വരുന്നുണ്ട്. നിങ്ങൾ കാണാത്തതുണ്ട്, കാണുന്നതായിട്ട് കുറെ സിസ്റ്റം ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രീമിയത്തിന്റെ ആവശ്യമില്ല. അതൊക്കെ അല്ലേ? പിന്നെ പേയ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? വൺ ടൈം പേയ്മെന്റ് തന്നെയാണോ ടൂൾ എടുക്കണേന്? വേറെ പേയ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. പേയ്മെന്റ് വരുന്നതിന് വൺ ടൈം പേയ്മെന്റ് തന്നെയാണ് വരുന്നത്. അത് പറയാനുള്ള റീസൺ, ഇത് ഓൾറെഡി ട്രേഡിംഗ് വ്യൂക്ക് ഓൾറെഡി ഇത് വൺ ടൈം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നാൽ അത് പിന്നെ ഇത് റിമൂവ് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ IP അഡ്രസ്സ് അതേപോലെ തന്നെ നിങ്ങളെ ഈ ഒരു പുതിയ ഇമെയിൽ ID പാസ്വേഡും തരാം, അതിലേക്കാണ് സെറ്റ് ചെയ്യല്, കണക്ട് ചെയ്ത് ചേർത്ത്. അപ്പൊ പേയ്മെന്റ് വരുന്നത് വൺ ടൈം പേയ്മെന്റ് തന്നെയാണ് ഇനീഷ്യൽ പേയ്മെന്റ് വരുന്നത്. ഇതിനകത്ത് പൈസ എന്തെങ്കിലും നമുക്കൊരു പ്രോഫിറ്റ് പാർട്ടി കിട്ടിയ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം, അങ്ങനെ അത് സ്വിച്ച് ഓഫ് കഴിയില്ല ഇതിനകത്ത്? ഏതാ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യം പറ്റില്ല. ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ അതൊക്കെ സപ്പോർട്ട് തരും. നിങ്ങളിപ്പോ ഇന്ത്യൻ മാർക്കറ്റ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ നല്ല ഇന്ത്യയിലുള്ള നല്ല ബ്രോക്കർ ഇപ്പൊ ഗ്രോ ചെയ്യാ, നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. ഇതൊക്കെ നമ്മൾ തന്നെ എടുത്തൊരു വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പൊ വലിയ പണിയൊന്നുമില്ല, സപ്പോർട്ട് തരും. നമ്മൾ ഈ തരുന്ന സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് എത്ര എമൗണ്ട് ട്രേഡിംഗ് എമൗണ്ട് ആയിട്ട് ഇട്ട് തരും? ഞങ്ങൾ കഴിഞ്ഞ നിങ്ങൾക്ക് ദിവസം ഒരു എൻക്വയറി വന്നു കഴിഞ്ഞപ്പോ അവര് 35,000 രൂപ പറഞ്ഞാൽ 25,000 രൂപ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനായിട്ട് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും? ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാം. അതായത് അതൊക്കെ ബി ബുക്ക് ബ്രോക്കേഴ്സ് ആണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ആ എമൗണ്ട് അവർ തരുന്ന എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാന്നുള്ള ഒറ്റ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ ബാങ്കിലേക്ക് ഒരു എമൗണ്ട് ഇടുന്നുണ്ടെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് അതാണ്, വിഡ്രോ ചെയ്യാൻ പറ്റണം. അതല്ലാത്തത് എമൗണ്ട് അല്ല, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരാൾ 25,000 ഇട്ട് കഴിഞ്ഞാൽ അതിന് വിഡ്രോ ചെയ്യാനുള്ള ആക്സസ് ഉണ്ടാവണം അതിന്. എന്നാൽ മാത്രമേ എമൗണ്ട് എന്നില്ല പറയാൻ പറ്റൂ. ക്യാഷ് അത് നമുക്ക് അതിന് പറയാം, എല്ലാവരും എമൗണ്ട് എന്ന് പറയും. എമൗണ്ട് ആവണമെങ്കിൽ വിഡ്രോവലും വേണം. വെറും അവിടെ കാണുന്നത് എമൗണ്ട് ആവൂല. ഇതൊക്കെയാണ് ബി ബുക്ക് ബ്രോക്കേഴ്സ്. ഇപ്പൊ കുറെ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ ഉണ്ട്. നിങ്ങൾ ഇത്ര ഫീസ് അടച്ച അതായത് അവരെ ബ്രോക്കറിലേക്ക് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ട്രേഡിങ്ങിന് തരുന്നുള്ളത്. ഇത് ഷോ മണിയാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഷോ മണിയാണ്. അപ്പൊ ഇവിടെ നമ്മളെ ബ്രോക്കർ ഇല്ല, നമ്മളെ സിസ്റ്റം ഇല്ല. ഞാൻ തന്നെ ഒരു 6-7 കൊല്ലായിട്ട് പുറത്തത്തെ കമ്പനിയുടെ ബ്രോക്കറാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. MT5 ആണ്, സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കേണ്ട പ്ലാറ്റ്ഫോം ആണ്. MT5 എല്ലാവരും തുടരുന്നതാണല്ലോ പറയുന്നത്. MT5 ആണ് എല്ലാവരും തുടരുന്നത്. MT5 ആണ് അവരും ഇവരും ഒക്കെ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. MT5 നിങ്ങളിവിടെ ഏതാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ ബ്രോക്കറാണ്. ഒന്ന് എന്റെ ബ്രോക്കർ ബിനാൻസ് ഞാൻ ഞാൻ ഇതിലുള്ള ബ്രോക്കേഴ്സ് മാത്രമേ ഞാൻ സജക്ഷൻ ചെയ്യും. അതായത് ഞാൻ ഒരു ബ്രോക്കറിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ ഇതിലുള്ളത് ചെയ്യും. ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് എൻഡ് എനിക്ക് അറിയാം. ഇതിലുള്ള ബ്രോക്കേഴ്സ് ഞാൻ സജക്ഷൻ ചെയ്യും. ഇതിന്റെ പുറത്തുള്ള ബ്രോക്കേഴ്സിന് ഞാൻ ഒന്നിനും സജക്ഷൻ ചെയ്യൂല.
അതിൽ എമൗണ്ട് പോയി നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് എമൗണ്ട് പോയാലും എനിക്ക് യാതൊരു ഇതുമില്ല വെച്ചാല് ഞാൻ ഒരു 6 കൊല്ലം ഞാൻ എന്ത് പ്രൊജക്ട് നമ്മള് ഡാറ്റാ ബേസ് നമ്മള് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഇതായത് കൊണ്ട് നിങ്ങളൊക്കെ എല്ലാവരും നോക്കുന്നത് ഇതിന്റെ ഈ ഭംഗി ഈ സോഫ്റ്റ്വെയറിന്റെ പേര്, ഇതിന്റെ ഭംഗി, ഇതിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഞാനത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കല് നിങ്ങൾക്ക് അറിയാത്ത അതായത് ഒരു സിസ്റ്റം ഇതിൽ കാണിച്ചു തരാം. നിങ്ങളിപ്പോ ഇവിടെ കാണുന്നുണ്ടോ? സ്ക്രീനിലെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ? കുറച്ച് ഡാറ്റാസ് കാണുന്നുണ്ടോ? പറയും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത് ബാക്ക് എൻഡ് എവിടത്തേക്ക് പോകുന്നത് നമ്മൾ അറിയണം. ഇതിന്റെ ബാക്ക് എൻഡ് എന്താണ്, എവിടെയാണ് പേയ്മെന്റ്, എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അതൊക്കെ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ബി ബുക്ക് ബ്രോക്കേഴ്സും എ ബുക്ക് ബ്രോക്കേഴ്സും മാർക്കറ്റിലുണ്ട്. നിങ്ങൾ ആ ടീമിനോട് ചോദിക്കുക, അതായത് 35 തന്ന് 25 തരുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ പേര് നിങ്ങൾ ചോദിക്കാം, അതിലേക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത്. ഇന്ത്യൻ ബ്രോക്കേഴ്സ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ബ്രോക്കറിന്റെ പേര് പറിച്ച് ഞാൻ ഇതിലാണ് ചെയ്യുന്നത്, എനിക്ക് ഈ അക്കൗണ്ടിലേക്ക് തന്നാൽ മതി, എന്താണ് ക്ലാരിറ്റി എന്ന് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാട്ടാ. ഓക്കെ, ചോദിക്കാട്ടെ, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് EMI ഓപ്ഷൻ അവൈലബിൾ ആണോ നിങ്ങളുടെ പർച്ചേസ് ചെയ്യാനായിട്ട്? ക്രെഡിറ്റ് കാർഡ് ചെയ്യാം, കുഴപ്പമില്ല. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ചെയ്യുന്നതാണ്, പ്രശ്നമില്ല. ഞാൻ ഒരു ബ്രോക്കറിന് മാനിപ്പുലേഷൻ ചെയ്തതല്ല. നമ്മള് കാര്യങ്ങള് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലാരിറ്റി ചെയ്യുന്നതാണ് കേട്ടാ. ശരിയാണ്, കുറെ തട്ടിപ്പുണ്ട്. അല്ല, അതായത് ബിനാൻസ് ഓൺഷോർ അല്ലേ? ഓൺഷോർ ബാങ്ക് തുടങ്ങുന്ന പോലെയാണ്. ബിനാൻസ് ഒക്കെ അമേരിക്കൻ കമ്പനീസിൻ്റെതാണ്. അതിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തേർഡ് പാർട്ടി ഇല്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു, നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നിങ്ങൾ വിഡ്രോ ചെയ്യുന്നു. മൂന്നാമതൊരാളെ കയ്യിൽ കൊടുത്തിട്ട് പൈസ കൊണ്ടതിന്റെ ഉള്ളിലിടുന്ന് പറയുന്നില്ല. ഇവിടുത്തെ MT5 ഒക്കെ ചെയ്യുന്ന ഇവർക്ക് എങ്ങനെ നമ്മൾ പേയ്മെന്റ് കൊടുക്കും? ഇന്ത്യയിൽ എങ്ങനെ പേയ്മെന്റ്? ഇവർക്ക് പേയ്മെന്റ് ഒന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് കാർഡും കാര്യങ്ങളും വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ P2B ഓപ്ഷൻ ഉണ്ട്. അതിൽ സിമ്പിൾ മെത്തേഡാണ്. P2B ഓപ്ഷൻ അതിലുണ്ട്. അതിൽ തന്നെ ബയേഴ്സും സെല്ലേഴ്സും അതിലുണ്ട്. ഇന്ത്യൻ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സെല്ലേഴ്സ് നിങ്ങൾക്ക് നിങ്ങളെ വാലറ്റിലേക്ക് എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആക്കി തരും. അവിടെ പറ്റിച്ചിട്ട് പോവുകയോ കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ നടുക്ക് ആരുണ്ട്? ബിനാൻസ് ഉണ്ട്. അത് ചെയ്തു തരും, പഠിപ്പിച്ചു തരും. FXTM ഒക്കെ ചെയ്തിരുന്നേ. അപ്പൊ അതിന്റെ അകത്ത് ഓരോ ദിവസവും ഓരോ ആളുകളായിരിക്കും വരിക. അതിനകത്ത് മാറ്റി അടിച്ചിട്ട് കൊടുക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നിങ്ങളൊരു ബയ്യറായിട്ട് കണക്ട് ആക്കി കഴിഞ്ഞാല് ആ ബയ്യർ തന്നെ തരും. ആ സെയിം ബയ്യറെ വെച്ച് നമുക്ക് ചെയ്യാം. ആ സെയിം ബയ്യർക്ക് ചാറ്റ് ചെയ്യാം, ഓപ്ഷൻ ഉണ്ട്. പേഴ്സണൽ അവർ നമുക്ക് ഫ്രണ്ട് ആക്കിയിട്ട് അതിൽ തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും, ഒറ്റ ബയ്യറിനെ കൊണ്ടു. ഇത് എല്ലാവർക്കും ഉള്ള കൺസേൺ ആയിരിക്കും. ഇതിലെ ബയ്യർ പൈസ ഇതാക്കിക്കൊണ്ട് പോകുന്നുള്ള, ഒരിക്കലും പോകില്ല. അതായത് ഓൾറെഡി ഇവിടെ ആ ബയ്യർ ഓൾറെഡി എന്നാക്കി, ഇപ്പൊ ഞാൻ P2B എന്റെ എമൗണ്ട് സെല് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾറെഡി അത് ബിനാൻസിന് കൊടുക്കണം. ബിനാൻസ് ആണ് അത് സെല് ചെയ്യുന്നത്, ബയ്യറിന്റെ എമൗണ്ട്, അതല്ലാതെ ബയ്യർ അല്ല. ഇപ്പൊ ഞാൻ ഓർഡർ ഇടുന്നു, ഒരു $1000 ഒക്കെ എന്നാക്കണം, സെല് ചെയ്യണം. അത് ബിനാൻസിനാണ് ഓർഡർ പോലെ. അത് ബ്ലോക്ക് അവിടെ വെക്കും. അതുകൊണ്ട് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിനാൻസ് അത് റിലീസ് ചെയ്യും. അപ്പൊ അതിനകത്തെ പ്രശ്നങ്ങളില്ല. ഓക്കെ, നിങ്ങളുടെ ഇതിലാണ് ഓഫീസ് ലൊക്കേഷൻ എവിടെയാണ്? നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. ഓഫീസ് വരുന്നത് കാലിക്കറ്റ് ആണ്. ഈ ടൂള് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ടൈമിനുള്ളിൽ പർച്ചേസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ടൂള് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങളെ ടീം, നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്ത ടീമിന് എന്റെ കാര്യങ്ങൾ അയച്ചാൽ മതി. രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ തരും. മാക്സിമം സ്പീഡാക്കി പർച്ചേസ് ചെയ്യുക. അതായത് എമൗണ്ടിന്റെ പ്രൈസിങ് അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നത് കൊണ്ടാണ്
അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എമൗണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് എന്തെങ്കിലും, അതായത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി വെക്കുക. ഒരു എമൗണ്ട് കൊടുത്തിട്ട് രജിസ്ട്രേഷൻ എന്നാക്കുക. ഒരു 5,000 അടച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഇനി പ്രൈസ് മാറിയാൽ കിട്ടും. ഒരു ഹൈക്ക് വന്ന് കഴിഞ്ഞാല് 35 ആയിനെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങൾ ആരാണ് ഇതിലേക്ക് കണക്ട് ചെയ്തത് അവരായിട്ട് ജസ്റ്റ് ഒന്നാക്കിയാൽ മതി, കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മതി. ഇത് ഒരു ദിവസം നമുക്ക് അവിടെ വന്ന് ഇരുന്നിട്ട് ഇതിന്റെ പെർഫോമൻസ് കണ്ടതിന് ശേഷം മേടിക്കാൻ പറ്റുമോ? പറ്റും. ലൈവായിട്ട് ഡയറക്റ്റ് വരാം, ഓഫ്ലൈനിൽ വരാം. നിങ്ങൾ നമ്മളെ സിസ്റ്റം തരും, നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾ ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് ബോധ്യപ്പെടാൻ പറ്റുമല്ലോ നമ്മള് അതന്നെ നിങ്ങൾക്കല്ല അത് ചെക്ക് ഇനിയിപ്പോ ഓക്കെ വരുന്നത് വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നാളെയും മറ്റന്നൊക്കെ നമ്മളെ സെക്ഷൻ ഉണ്ടാവും, അതിലൊക്കെ ജോയിൻ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം ട്രയല് തരാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് അതാ പറഞ്ഞ അതാ നമ്മൾ സെക്ഷനിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ എടുക്കുന്ന ട്രേഡൊക്കെ കിട്ടലുണ്ട്. ഞാൻ എടുക്കല് ഈ സെക്ഷനിലുള്ള ട്രേഡ് തന്നെയാണ് ഞാൻ എടുക്കല് സ്വാഭാവികമായിട്ടും. ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ദിവസത്തെ ട്രേഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ടൂളുകളെ അവര് നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ട്രയലിൽ തരും. നമുക്ക് ഈ ട്രയലിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ട്രയൽ തരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ആണ്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇത് ട്രയൽ തരുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്, ഞാനല്ല. ഈ ടൂള് ഇതിന്റെ 2 ദിവസത്തേക്ക് എന്തെങ്കിലും ഐഡി തന്നിട്ട് നമുക്കത് ചെയ്ത് നോക്കി ഓക്കെയാണ് നമ്മൾ ഒരു ഐഡി വേറെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഐഡി നിങ്ങളെ IP വെച്ചിട്ടാണ് ഐഡി നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ആക്കുന്ന ഐഡി നിങ്ങൾ വേറെ ആക്കി യൂസ് ചെയ്യാൻ കൊടുത്താൽ അത് അതിൽ നിന്ന് പോകും, ബാക്കെൻഡിൽ നിന്ന് പോകും സാധനം. പിന്നെ കിട്ടൂല. ലാപ്ടോപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് മാറ്റി തരും. 2 ഐഡി നമ്മൾ കൊടുത്തരും. ഒരാൾക്ക് 2 ഐഡി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ലാപ്ടോപ്പും മൊബൈലും. കംപ്ലൈന്റ് ആയി കാര്യങ്ങളാണ് എങ്കിലും പുതിയ ലാപ്പിലേക്ക് അതൊക്കെ ആക്കി തരും. നിങ്ങളെ പേരിലല്ലാതെ നിങ്ങൾ വേറെ ആള് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാ പ്രശ്നം. ഓക്കെ അത് ശരി. ലെവലില് ലൈൻ കേസ് നമുക്ക് ലാപ്ടോപ്പിലാണ് നമ്മൾ ചെയ്യണത്. എന്തെങ്കിലും കംപ്ലൈന്റ് വരെ കാര്യങ്ങൾ വന്നു അതൊക്കെ ചെയ്തുതരും. അതൊന്നും പ്രശ്നമില്ല. അത് നമുക്ക് തിരിയും. യൂസ് IP തുറക്കാൻ നോക്കലോടുകൂടി തിരിയും വേടുന്നതാണ് എന്താണെന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പോ ആരെങ്കിലും ഫ്രണ്ടിന് കൊടുക്കുന്നു, തുറന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറയാം. IP കൊടുത്ത് അവിടെ ആളത് രജിസ്ട്രേഷൻ ചെയ്യുന്നതോടുകൂടി അത് ഇവിടെ അലേർട്ട് വരും ട്രേഡിംഗ് വ്യൂക്ക്. നമുക്ക് വരും അന്നേരം എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത്. അവരെന്താണത് ബ്ലോക്ക് ചെയ്യും. ഇതില് നമുക്ക് കോൾ വരുമ്പോ നമുക്ക് മൊബൈലിൽ അലർട്ട് വരാൻ സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഉണ്ട്, അലേർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിപ്പോ ഇതിന് മാക്സിമം ആയി. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇതിലെ ഇംപ്ലിമേഷൻ വരുന്ന സമയം എന്ന് പറഞ്ഞാല് അത് ട്രേഡിംഗിന്റെ പ്രീമിയത്തിന്റെ ആവശ്യം വരും യൂസേഴ്സിന്. ഇനി അങ്ങോട്ട് അതൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്ത് കൊടുക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ഈ എല്ലാവർക്കും അലേർട്ട് സിസ്റ്റം കാര്യങ്ങൾ ഇതൊക്കെ ഇൻഡിവിജ്വൽ ആണ്. ഇൻഡിവിജ്വൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാ, നിങ്ങൾക്ക് തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് ടൂളാക്കി ഡെവലപ്പ് ചെയ്യാം. ചിലപ്പോ ഫുൾ ടൈം ഞാനൊക്കെ വർക്കിംഗ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി. നമുക്കൊരു നല്ലൊരു ഇപ്പൊ ഇതിലൊരു കോള് വന്നു, ചിലപ്പോ നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നോർമലി മറ്റുള്ള കമ്പനികളൊക്കെ നമുക്ക് അതിന്റെ അകത്ത് നമ്മുടെ മൊബൈലിനെ കുറിച്ച് അലർട്ട് വന്നാൽ ഓൾറെഡി മൊബൈലിൽ അലർട്ട് വരും. നമ്മൾ പറയുന്ന എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് അലേർട്ട് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതായത് ഇതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പൊ കൊടുക്കല് നിങ്ങൾ കുറച്ച് ഇപ്പൊ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പൊ ഞാൻ തന്നെ പറയാം എനിക്ക് എങ്ങനെ ഇത് ചെയ്യാം, എന്ത് സിസ്റ്റത്തിൽ എനിക്ക് ചെയ്യാം, അതിൽ ഓപ്ഷൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ഡിസിപ്ലിനൊക്കെ എത്തണമെങ്കിൽ ഞാൻ ചെയ്യൽ ഇപ്പൊ 2 നേരം ഞാൻ എന്താക്കല്ലോ ഇതിന്റെ മുന്നിലിരിക്കില്ല. ഒന്ന് മോർണിംഗ് 10 മണിക്ക് ഞാൻ ഉണ്ടാവും, രാത്രി 8:30 ഞാൻ ഉണ്ടാവും. ഈ സമയത്ത് എന്താണ് എന്റെ മുന്നിലുള്ളത് അതേ ഞാൻ എടുക്കുകയും ചെയ്യും. അതിൽ കൂടുതൽ ഞാൻ എടുക്കൂല. അതിൽ കൂടുതൽ ഡെസിഷൻ ഞാൻ എടുക്കലില്ല. ലൈവ് മാർക്കറ്റിൽ ഉള്ളപ്പോഴേ നിങ്ങൾ ചെയ്യലുള്ളൂ? ലൈവ് മാർക്കറ്റിൽ ഞാൻ ചെയ്യലില്ല.
ലൈവായിട്ട് ഞാൻ മാർക്കറ്റിൽ ഉണ്ടാവും മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നാളെ മാർക്കറ്റ് ക്ലോസ് ആയിട്ട് പോകുന്നൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ നാളെ മാർക്കറ്റ് ഉണ്ട്. ആ ഒരു സാധനം നമുക്ക് വേണം. നാളെ മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് എന്നാ മാത്രം എന്താക്കാൻ പറ്റും, സക്സസ് ആകാൻ പറ്റും. ഈ 2 സമയം എടുത്താൽ മതി. അതായത് എപ്പോഴും ആ 2 സമയം മാർക്കറ്റിൽ എൻട്രി വരുമ്പോൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അതിന് കൂടെ എടുക്കണ്ട. വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിതിപ്പോ ഉപയോഗിക്കാൻ ഒരു ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ ഏതാണ് നമുക്ക് ഇതിന്റെ എല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റും സജസ്റ്റ് ചെയ്യുന്നത്? ലാപ്ടോപ്പ് നിങ്ങൾ നോർമൽ ലാപ്ടോപ്പ്, ഇതൊക്കെ വെബില്, ഇതെല്ലാം വെബാണ്, വെബ് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ബേസിക് മോഡൽ ലാപ്ടോപ്പ് ഇത് മതി കാര്യങ്ങൾ. ഇതെല്ലാം വെബ് ബ്രൗസറാണ്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-25-30,000 ഉള്ളിലുള്ള ലെവൽ ലാപ്ടോപ്പ് ഓക്കെയാണ്. നോർമൽ സ്റ്റാർട്ടിങ് ലാപ്ടോപ്പ് മതി നമുക്ക് ഉപയോഗിക്കാം. ലാപ്പിനെക്കാട്ടി നല്ലത് ഞാൻ പറയല, നിങ്ങൾക്ക് ഒരു വലിയ സ്ക്രീനിലെ ടാബ് ആയാലും അങ്ങനത്തെ അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. സെലക്ഷൻ ചെയ്യുന്നതാണ്. ടാബിലും ചെയ്യാം. യെസ്, ടാബിലും ചെയ്യാം. സ്ക്രീൻ വലുത്, അതായത് ഇതിപ്പോ നമുക്ക് വേണ്ടത് സ്ക്രീൻ കുറച്ച് വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ ആണ് കാര്യങ്ങൾ. ഇപ്പൊ ലാപ്ടോപ്പിൽ കണ്ട അപ്പൊ എൻട്രിങ് ടാബ് ആയാലും പ്രശ്നമില്ല കേട്ടോ, ടാബിലും ചെയ്യാം. നമുക്ക് ടാബിലും ചെയ്യാട്ടാ. ബാക്കി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് പേഴ്സണിന്റെ അടുത്ത് സംസാരിച്ചാൽ മതി. അതോ നിങ്ങള് അല്ല ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡൗട്ട് എന്നോട് തന്നെ ചോദിക്കണം. നിങ്ങൾക്ക് രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ അവർ തരും കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ക്ലാരിറ്റി വരുത്തണം കേട്ടോ. നിങ്ങൾ തന്നെയാണോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരാം? ട്രെയിനിങ് തരുന്നത് ഞാനല്ല, നമ്മള് വേറെ സെക്ടറാണ് വരുന്നത്. എന്റെ സെക്ടർ ഉണ്ടാവും, എന്റെ ട്രെയിനിങ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് തരുത്ത് ഇപ്പൊ നമ്മള് വേറെ സെക്ടറിനാണ് തരുത്ത്, വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതാണ് നിങ്ങളുടെ പേരും നിങ്ങളെ പറയാമോ? യെസ്, ഞാനത് ലാസ്റ്റിലേക്ക് ഞാൻ പറയാൻ വെക്കുകയാണ്. എന്റെ പേര് വരുന്നത് വസീം എന്നാണ്. ഞാൻ കാലിക്കറ്റ് ആണ് ഇത് വരുന്നത്. പേരൊന്നും കൂടെ പറയൂ. വസീം അല്ലേ? വസീം ഖാദർ അല്ലേ? യെസ്. കാലിക്കറ്റ് അല്ലേ? കാലിക്കറ്റാണ്. നമ്മുടെ ഓഫീസ് വരുന്നത് ഓഫീസ് സ്ട്രക്ചർ ഉണ്ടോ അതോ അല്ലാണ്ടാണോ? ഓഫീസ് തന്നെ ഉണ്ട്, ചെറുകുട്ടിയാണ് ഓഫീസ് വരുന്നത്. ഓഫീസ് തന്നെ ഉണ്ട്, നമ്മൾ ഡെവലപ്പിംഗ് ആണല്ലോ. അല്ല, ലൊക്കേഷൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടും? അയച്ചു സ്റ്റാഫ് അയച്ചു. നിങ്ങൾ എത്ര നാളായിട്ട് ഇതിനകത്തുണ്ട്? അതായത് ഇങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങളൊരു 10 years ആയിട്ടുണ്ട്. 5 കൊല്ലമായി ദുബായിൽ, 6 കൊല്ലം നമുക്ക് ദുബായിൽ ഓഫീസ് ഉണ്ട്. നമുക്ക് ദുബായിലുണ്ട്. നമ്മൾ ചെയ്ത് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാക്ക് എൻഡ് ആണ് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അതായത് ഇന്റർനാഷണൽ ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജീസ് ആണ്, നമുക്ക് പല സ്ട്രാറ്റജീസും അവർ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ് നമുക്കുള്ളത്. അതായത് ഒരു ഹ്യൂമന്റെ ബ്രെയിനെ നമുക്ക് എന്താക്കാൻ പറ്റും, റോബോട്ടിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ അതാണ് ചെയ്യുന്നത്. അതെ, റോബോട്ടിക്സിന്റെ കേസിന് ഇടയ്ക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യല അല്ലെങ്കിൽ കൂടുതൽ പ്രിഫറൻസ് തരില്ല എന്ന് പറഞ്ഞപ്പോ റോബോട്ടിക്കിലേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുന്നില്ല? ഏതാ റോബോട്ടിക് കോടതി സജഷൻ ചെയ്യുന്നില്ല, കുറെ അതിനകത്ത് ചെയ്യുന്നില്ല. എന്നാ ഇപ്പൊ റോബോട്ടിക്കിലേക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. അല്ല, അതായത് ഇപ്പൊ നിലവിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് റോബോട്ടിക് ടെക്നോളജി. അതായത് റോബോട്ടിക് ടെക്നോളജി ഇപ്പൊ ലേറ്റസ്റ്റ് ഉള്ളത് മെഷീൻ ലേണിംഗ് ടെക്നോളജി എന്ന് പറയും. പണ്ടൊക്കെ എന്ന് പറയുന്നത് റോബോട്ടിന് ഒരു കാര്യം പറഞ്ഞു ഒരു 1 year മുന്നേ 2 year മുന്നേക്ക് എന്ന് പറഞ്ഞാല് റോബോട്ടിന് ഒരു കാര്യം പറഞ്ഞു കൊടുത്തതേ ചെയ്യും. ഇപ്പൊ ഈ ഒരു മെഷീൻ ലേണിംഗ് സെറ്റപ്പും കൂടി ഉണ്ട്.
പുതിയതായിട്ട് മാർക്കറ്റിൽ ഇപ്പൊ ഇന്ന് ലൈവായിട്ട് വരുന്ന കാര്യങ്ങൾ അതെന്നെ ലേൺ ചെയ്യും, അതെന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും. കാരണം സിസ്റ്റം ഒക്കെ ഉണ്ട്, ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉണ്ട്. ഇപ്പോൾ ട്രേഡ് നമ്മൾ തന്നെ എടുക്കണം, അത് റോബോട്ടിന് കൊടുത്തുകൂടാ. ഇതിനിപ്പോ ഇതിന്റെ ബാക്കിലുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കമ്പനി സ്ട്രക്ചറാണ്. അതായത് ഓണർ എന്ന് പറയുന്നത് അതായത് അതിന്റെ നമ്മളാണ് ഓണർ, നിങ്ങളാണ് ഇതിന്റെ ഓണർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു കമ്പനി തുടങ്ങുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ ആൾക്കാരെ നമ്മൾ അസൈൻ ചെയ്യും. ടെലികോളിംഗ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, HR ഉണ്ടാവും, മാനേജർ ഉണ്ടാവും. ഇവർക്കൊക്കെ ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് അവിടെ. ഇതിന്റെ എല്ലായിടത്തും എത്തിയിട്ട് ഒരു 5% മാത്രമേ ഒരു കമ്പനി ഓണർ അതിൽ ഇൻവോൾവ് ആയിക്കോളും, എന്നാൽ മാത്രമേ ഇത് ബിസിനസ് ആവും. അതല്ലാതെ ഒരു കമ്പനി ഓണർ 95% അതിൽ നിങ്ങൾക്ക് ഇത് മാനുവലായിട്ട് ചെയ്യാം. ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കാനും ട്രേഡ് നോക്കാനും കാര്യം നോക്കാനൊക്കെ കുറെ ഓരോ ഡിപ്പാർട്ട്മെന്റ് മെന്ററി സ്റ്റാഫിനൊക്കെ വെക്കാൻ പറ്റും. അവർക്ക് കാര്യങ്ങൾ ഓക്കെ, ഒരാൾ മാർക്കറ്റ് ന്യൂസ് നോക്കുന്നു, ഒരാൾ എന്നാക്കുന്നു മാർക്കറ്റ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഒരാൾ അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്നാക്കണം അതിന്റെ അപ്ഡേഷൻ അറിയിക്കണം. നിങ്ങൾ പറയുന്നു ഓക്കെ ഇന്നൊരു ട്രേഡ് എടുക്കുക, നിങ്ങൾ ക്യാപിറ്റൽ നിങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളെ കാര്യങ്ങൾ പറയും എടുക്കുക കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന സിസ്റ്റം. ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സ്ഥലത്തും ഓരോ ബോട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരുമിച്ചിട്ട് നമുക്കൊരു സാധനം കൺഫർമേഷൻ തരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു എൻട്രി ആയിട്ട് ഇതെന്നാകുന്നത് മാറുന്നത്. അതായത് അത്രയും ആൾക്കാരെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലാണ് ഇത്രയും ഒരു എൻട്രി പോയിന്റ് നമുക്ക് വാല്യുവേറ്റ് ചെയ്തിട്ട് ഇതെന്നാക്കുന്നത് സിസ്റ്റം നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. അത് ഓക്കെ അല്ലേ? അത് ചെറിയൊരു ജലദോഷം ഉണ്ട്, മഴ ഇതെല്ലാം ആയത്, അതാണ് ഇങ്ങനെ ചെറിയൊരു ഓൾമോസ്റ്റ് ഒരു എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടി എന്നല്ലാണ്ട് പറയില്ല. ഞാൻ എന്തൊക്കെയാണല്ലോ ഓഫ്ലൈനിൽ എത്തിയിട്ടാണ് ഞാൻ കൂടുതൽ താല്പര്യം. എനിക്ക് റോഷൻ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഓഫ്ലൈൻ എത്താൻ താല്പര്യമുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ഞാൻ ആ കോട്ടി അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചോളാം. ഓക്കെ, അതെങ്ങനെയാണ് നോക്കുക നിങ്ങൾ കാര്യങ്ങളൊന്ന് ഓഫ്ലൈനിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം, എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളത്. അതിന്റെ ഇനീഷ്യൽ അതിന്റെ രജിസ്ട്രേഷൻ കൂടി കംപ്ലീറ്റ് ആക്കി അതിന്റെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിലേക്ക് തന്നെ മാക്സിമം ഒന്നാക്കി അത് വന്നാൽ മതി. ഓരോ ചില ടൈം ഷെഡ്യൂൾ ആക്കുന്ന സമയം ആ ടൈമിലൊക്കെ തന്നെ വരാൻ നോക്കിയാൽ മതി. ചില ആ ടൈമിലേക്ക് വേറെ ആൾക്കാരെ നമ്മൾ എടുക്കൂല, അതിന് വേണ്ടിയിട്ടാണ് ടൈം ഷെഡ്യൂളിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഒന്ന് പ്ലാൻ ആക്കി അങ്ങനെയാണ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ശരി ശരി ശരി, ബാക്കി ആളെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ.